ഗുഡ് മോർണിംഗ് ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എല്ലാ കാലത്തും വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഡിഗ്രി ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങളൊക്കെ PG ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒരുപാട് മുമ്പ് ഇവിടെ ഒരു സെൽഫ് ഫൈനാൻസിങ്ങിലെ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഓക്കെ, നമ്മൾ ആർട്ടേഷ്യൻ്റെ ഒക്കെ അപ്പുറത്ത് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ലോങ് ബിഫോർ. അപ്പോൾ വീണ്ടും ഇവിടെ എത്താൻ പറ്റുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലതവണ പഠിച്ചിരുന്ന കാലത്ത് പല പരിപാടികൾക്ക് പങ്കെടുത്ത ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുറച്ച് ഐഡിയാസ് തരിക എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കാലത്തും DSUവും അതിന് പിന്നിലുള്ള ആളുകളും ഒക്കെ ഇഫറുമായിട്ട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ ദാറ്റ്. എന്നോട് പറഞ്ഞത് പ്രത്യേകിച്ച് ഫോർമാലിറ്റി ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനും ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് UGC നെറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ, ChatGPTയോട് ചോദിച്ചാൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഈ എക്സാം എന്താണ്, ഓൺലൈൻ എക്സാമാണ്, 2 പേപ്പറാണ്, ഇതിൽ ഇത്ര മാർക്കുണ്ട്, 10 ടോപ്പിക് ഉണ്ട്, സിലബസ് ഇതാണ്, ഓക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പോകുന്നില്ല. പലപ്പോഴും പല ഓറിയൻറ്റേഷനുകളിലും ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇന്ന സിലബസാണ്, ഇന്ന പാറ്റേൺ ആണ്, ഇത്ര ആളുകളാണ് ക്വാളിഫൈ ചെയ്യുക, ഇത്രയാണ് ഏജ് ലിമിറ്റ് പോലെയുള്ള ഡിസ്കഷൻസ് ആണുള്ളത്. അതൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ്. ടുവാർഡ്സ് എൻഡ് ഏതെങ്കിലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ടുവാർഡ്സ് എൻഡ്. പക്ഷേ ഇപ്പം ഞാൻ മൈസെൽഫ് അനീസ് പോത്തി, ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. ഇഫറിൻ്റെ ഫൗണ്ടർ CEO ആണ്. അതിനേക്കാളേറെ ഞാൻ 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 2 സബ്ജക്റ്റുകളിൽ JRF ഉണ്ട്. കൊമേഴ്സിലും സൈക്കോളജിയിലും JRF ഉണ്ട്. സോ ഫാർ ഐ ആം ദ ഓൺലി മലയാളി ഓക്കെ ടു ക്വാളിഫൈ നെറ്റിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. എനിക്ക് കിട്ടിയ കാലത്ത് ഐ ആം ദ ഓൺലി ഇന്ത്യൻ. പിന്നെയും 1-2 ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ദ കേസീസ്. പോട്ടെ, ഞാനത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നിന്ന് ഇത്ര ക്വാളിഫൈ ചെയ്തെന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ബി ബെറ്റർ. അതിനാണ് നിങ്ങൾ വന്നതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വന്നിട്ട് മാത്സിലെ പെർസെൻറ്റേജും ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല കേട്ടോ. ക്ലാസ് നല്ല ബോറിംഗ് ആയിരിക്കും. സോ കമ്മിങ് ടു ദ പോയിന്റ്, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്ര കാലം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഫറിനെ കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 5ഓളം എക്സാമുകളായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെറ്റ് ആൻഡ് JRF ഹോൾഡേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 3000-ലധികം നെറ്റ് ഹോൾഡേഴ്സ് സോഫാർ ഉണ്ടായിട്ടുണ്ട്. 350-ലധികം JRF ഹോൾഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെയും ഒരുപാട് JRF ഹോൾഡേഴ്സ് ഉണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള MCJയിലെ നെത ഉൾപ്പെടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഇഫറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് ഇൻസൈറ്റുകളാണ് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവിടെ ഏതൊക്കെ സബ്ജക്റ്റുകാരുണ്ട് എന്ന് പറയുമോ? സോഷ്യോളജി ഒന്ന് കൈ ഉയർത്തോ. സൈക്കോളജി, ഓക്കെ, then Urdu, then developmental studies, then history, then വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, സബ്ജക്ട് സ്പെസിഫിക് ഒന്നും പോകുന്നില്ല, എനിക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ സയൻസ്, ബയോകെമിസ്ട്രി, then MCJ, ഫിലോസഫി. വേറെ എന്തെങ്കിലും ഉണ്ടോ? പോട്ടെ, അല്ല, ഞാൻ ആരെങ്കിലും ഒരാൾ ഒറ്റക്കുണ്ട്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ PG ഫസ്റ്റ് ഇയർ ഓർ സെക്കൻഡ് ഇയർ? PG കഴിഞ്ഞതാണ്. ഒരെണ്ണം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഫിലോസഫി കഴിഞ്ഞതാണ്. ഓക്കെ. നോർമലി നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ആരൊന്ന് കൈ ഉയർത്തോ? റെഡി 10. ഓക്കെ, ഡൺ. സെക്കൻഡ് ഇയർ ആര്? ഓക്കെ, മതി. ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ബേസിക്കലി ഞാൻ എപ്പോഴും ഈ ഫ്രണ്ട്സിനോടും കുട്ടികളോടൊക്കെ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നെക്കാളേറെ ഞാൻ പറയാറുള്ളത്, ഈ പരീക്ഷ ജയിക്കാൻ എന്താ വേണ്ടേ? നിങ്ങൾക്ക് അറിയാം, ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ, ഡിറ്റർമിനേഷൻ വേണം അല്ലേ, അതുപോലെ തന്നെ നമ്മൾ വിൽ പവർ വേണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ പരീക്ഷയും ജയിക്കാനുള്ള, ജീവിതത്തിൽ വിജയിക്കാനുള്ള കുറേ ഐഡിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നോർമലി ക്ലാസ്സുകളിലൊന്നും ഒരിക്കലും അത് പറയാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ജയിക്കുന്നതിന് മുമ്പ് ഈ വിൽ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലായപ്പോൾ ഞാൻ ജയിച്ചു.
ഓക്കെ, ജയിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു വിൽ പവർ എന്ന് മനസ്സിലാവും. മറിച്ച് ഞാൻ കൂടുതൽ പറയാറുള്ളത് എന്തുകൊണ്ടാണ് ആളുകൾ തോൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്കൊക്കെ ഉള്ള ക്വാളിറ്റീസ് ആയിരിക്കും. ഓക്കെ, ആ ക്വാളിറ്റീസിൽ മാത്രം വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. ഇതിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും കൂടുതൽ ആളുകൾ UGC നെറ്റ് എക്സാം പരീക്ഷ തോൽക്കാനുള്ള കാരണം എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? പഠിക്കാത്തത് അല്ല കേട്ടോ, വേറെ നിങ്ങളൊരു അറിവിൽ ഇതിനു മുമ്പ് UGC നെറ്റ് എക്സാം എഴുതിയ ആളുകളൊന്നും കൈ ഉയർത്തുമോ? ജസ്റ്റ് വെറുതെ പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ. എന്തുകൊണ്ടാണ് ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ UGC നെറ്റ് എന്ന് വേണ്ട, നിങ്ങൾ ചിലപ്പം എന്നെ പോലെ കെൻഡൻസ് എഴുതി തോറ്റ ആൾക്കാരുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി തോറ്റ ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് മത്സര പരീക്ഷയിൽ തോൽക്കാനുള്ള കാരണം? എനി ഐഡിയ? വാട്ട്? ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പരീക്ഷ എഴുതിയിട്ടുമില്ല തോറ്റിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി UGC നെറ്റ് എക്സാമിന് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ UGC നെറ്റ് എക്സാമിന് ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആവശ്യമില്ല ആർട്സ് സബ്ജക്റ്റുകൾക്ക്. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോഴുള്ള ഒരു ഹൈ ഇൻ്റലക്ച്വൽ ആസ്പെക്ട് ഉണ്ടാവും. മാത്സ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് പുറത്തേക്ക് CSE സബ്ജക്റ്റുകളിൽ ചിലത് വേണം. സെൽഫായിട്ട് തന്നെ പഠിച്ച് ജയിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് UGC നെറ്റ് എക്സാം. ഞാൻ എയ്ഫർ എന്നുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ആളാണ് കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, സെൽഫായിട്ട് സ്വന്തമായിട്ട് കുട്ടികൾക്ക് പഠിച്ച് ജയിക്കാൻ പറ്റാവുന്ന ഒരു എക്സാമാണ് UGC നെറ്റ് എക്സാം എന്നുള്ളത്. ബിക്കോസ് ഇതിൻ്റെ സബ്ജക്റ്റുകൾ അത്രയേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, നിങ്ങൾ PG കഴിയാൻ പോകണല്ലോ. PG കഴിഞ്ഞാൽ ജോലി കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്? എനിക്ക് PG കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുമെന്ന് ഉറപ്പ് പറയാനുള്ള ആളുകളൊന്ന് കൈയെടുത്തു. ഞങ്ങൾക്ക് PG ഒക്കെ പോട്ടെ, നെറ്റ് കിട്ടിയാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല എത്ര ആൾക്കാരുണ്ട്? പ്രത്യേകിച്ച് ആരുമില്ല. JRF കിട്ടിയാലോ? JRF കിട്ടിയ PhDക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ട് അല്ലേ? സോഫാർ എൻ്റെ പരിചയത്തിൽ JRF കിട്ടിയ PG ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ PhDക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഇൻകൺസിസ്റ്റൻസിൻ്റെ ഒക്കെ ഒറിജിൻ എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മളെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസിലാണ് നമ്മളുള്ളത്, നമ്മളെ സൊസൈറ്റി ഉള്ളത്. അതിലൊരു പരിധിക്കപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെൻറ്റും ഓർഗനൈസേഷൻസും സിസ്റ്റംസുമായിട്ട് കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണതാണ്. വ്യക്തമായ രാഷ്ട്രീയം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ അതിൻ്റെ പവർ ഓഫ് അതോറിറ്റി ഉള്ള ആളുകളല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ, സ്പെസിഫിക്കലി സെൻട്രൽ ലെവൽ ഓഫ് ഗവൺമെൻറ്റുകൾ, ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ പ്രയോറിറ്റി മറ്റും പലതിനുമാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മീൻസ് നെറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, PG കിട്ടിയിട്ടും കാര്യമില്ല, പഠിച്ചിട്ടും കാര്യമില്ല, ഓക്കെ എന്നുള്ള ഒരു സിറ്റുവേഷൻ തോട്ടുണ്ടാവുമ്പോൾ എങ്ങനെയാണ് പിന്നെ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? പിന്നെന്താ പഠിച്ചിട്ട് കാര്യം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് സിറ്റുവേഷനിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജോലി കിട്ടുന്നത് ഞാൻ വെറുതെ വാഗ്ദാനങ്ങളൊന്നും തരൂല കേട്ടോ. വി നോ ദ റിയാലിറ്റി. എന്നോട് മുമ്പ് എയ്ഫറിൽ ഏകദേശം ഒരു 100ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നോട് എയ്ഫറിൽ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അനീസ്ക ഇതിൻ്റെ പണി പോവോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ലക്ഷക്കണക്കിന് കോടി ലാഭമുണ്ടാക്കുന്ന ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പണിക്കാരെ പിരിച്ചുവിടുന്നുണ്ട്. എയ്ഫർ ഏതായാലും അത്രയൊന്നും ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, എയ്ഫർ നഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ എന്നെ പിരിച്ചു വിടുമെന്ന് ഞാൻ ആലോചിക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല, എന്നെ പിരിച്ചു വിടുമെന്ന് ചോദിച്ചു. ഓക്കെ, എൻ്റെ ജോലി പിരിച്ചു വിടുമെന്നുള്ളതിനേക്കാളേറെ എൻ്റെ ജോലി പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ കുറച്ച് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. നെറ്റ് എക്സാമിൻ്റെ ഒരു പേപ്പർ ലീക്കേജ്, ക്യാൻസലേഷൻ, ഓക്കെ ആ ഫീൽഡിലെ ആളുകളൊക്കെ ബാധിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയേ ഉള്ളൂ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭാവിയിൽ നിങ്ങളൊരു ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇന്നെ വേണമെങ്കിൽ എടുത്താൽ നിങ്ങൾക്ക് നല്ലതില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. അത് പറയാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അത് അങ്ങനെ പച്ചക്ക് പറയണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഇൻറ്റൻഷൻ കിട്ടിയെന്നുള്ളൂ. എനിക്ക് ജോലി കിട്ടുമോ എന്ന് എപ്പോഴാ സംശയം വരിക അറിയോ? നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. നിങ്ങളൊരു കമ്പനി തുടങ്ങി, നിങ്ങളെ കമ്പനിയുടെ CEO ആണ്,
നിങ്ങളെ കമ്പനിയുടെ CEO ആയിട്ട് നിങ്ങളെ കമ്പനിയിലെ ഒരു മെയിൻ പോസ്റ്റിൽ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡിലേക്ക് നിങ്ങൾ തന്നെ വന്നു എന്ന് കരുതാം. നിങ്ങൾക്ക് ജോലി എടുക്കുമെന്ന് ആലോചിച്ചാൽ നിങ്ങൾ വേറെ ആരെയും ആലോചിക്കേണ്ട. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ലോകത്തൊരു വലിയ കമ്പനിയാൻ പോകുന്ന കമ്പനി നിങ്ങൾക്ക് ജോലി എടുക്കുമെന്ന്. ഈ ജോലി കിട്ടുമോ എന്ന് എപ്പോഴും നമുക്ക് പേടി ഉണ്ടാവും. അറിയോ, ആരെങ്കിലും എനിക്ക് ജോലി തരുമോ അതിന് മാത്രം എനിക്ക് വിവരം ഉണ്ടോ, നോളജ് ഉണ്ടോ എന്ന് നമുക്ക് നല്ല റിയലൈസേഷൻ ഉണ്ട്. വേറെ ആർക്കും ഇല്ല കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് എനിക്ക് നന്നായിട്ട് ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റുമോ, എനിക്ക് നന്നായിട്ട് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടോ, ഞാൻ PG ജയിച്ചിട്ടുണ്ട്, നെറ്റ് ജയിച്ചിട്ടുണ്ട്, ശരിക്കും എനിക്ക് ആ വിഷയം അറിയോ, ഓക്കെ, എനിക്ക് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, ഓക്കെ, എനിക്ക് എംപതി ഉണ്ടോ എന്ന് നമുക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയുള്ളൂ. അത് അറിയുന്തോറും നമുക്ക് ഇങ്ങനെ സംശയം തോന്നും, എനിക്കാരെങ്കിലും ജോലി തരുമോ. അത് നേരെ തിരിച്ചിട്ട് നമ്മൾ പറയാം, ഇന്നത്തെ കാലത്ത് ജോലിയില്ല. ഡെഫിനറ്റ്ലി അതൊരു ഫാക്ട് തന്നെയാണ് കേട്ടോ. നമ്മളൊരു സോഷ്യലിസ്റ്റിക് ആയിട്ട് ആലോചിക്കുമ്പോൾ, മൊത്തം ആളുകളുടെ നമ്പർ വെച്ച് ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് ജോലികൾ വളരെ കുറവാണ്. ഞാനൊരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വെച്ചിട്ട് മാത്രമാണ് ഞാനൊരു ആസ്പെക്റ്റിലേക്ക് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ജോലി ഉണ്ടാവുമോ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള കാരണം എനിക്കാരെങ്കിലും ജോലി തരുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്നാണ്. അത് വരുന്നത് എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? അവിടെ നമ്മളെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അത് ക്വാളിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല PG ആയിരിക്കാം, അത് UGC നെറ്റ് ആയിരിക്കാം, അത് JRF ആയിരിക്കാം, അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, അത് AI സ്കില്ലായിരിക്കാം, വാട്ടവർ. ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ ആ രീതിയിലുള്ള ക്വാളിറ്റികളെല്ലാം നമ്മൾ കൂട്ടിയാൽ ഞാൻ ആദ്യം പറഞ്ഞ ആസ്പെക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ആദ്യം പറഞ്ഞ ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ് ഒരു ആസ്പെക്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ലൈഫിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഓരോ സമയം നമുക്ക് ഓരോരോ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് PG ചെയ്യാനൊക്കെ ആയിരിക്കും, PG ചെയ്യുന്ന നെറ്റ് കിട്ടാനായിരിക്കും, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പവർ പോയി, പിന്നെ JRF കിട്ടാനായിരിക്കും, JRF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ PhD കംപ്ലീറ്റ് ആക്കാനായിരിക്കും, PhD കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ ജോലി കിട്ടാനായിരിക്കും, ചിലപ്പോൾ പെർമനൻറ്റ് ജോലിക്കായിരിക്കും, പെർമനൻറ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുകൂടി ഫ്രീഡം കിട്ടാനായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കഥ തീരും ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റോറി വർക്കൗട്ട് ചെയ്യുക. പക്ഷെ അവിടെ ഉള്ളൊരു കാര്യം, ഏതൊരാളും ജോലി ചെയ്യുന്നത്, ഞാൻ നമ്മുടെ സ്കില്ലിൻ്റെ ഒരു പവർ പറഞ്ഞുതരാം. ഏതൊരാളും ഒരു ജോലി ചെയ്യും. നിങ്ങളൊക്കെ ഒരു ഐഡിയൽ ജോലി എന്താ? നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന, ചിലപ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പോലും ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. സ്വപ്നം കാണുന്ന ഒരു ജോലി ഞാൻ പറയാം. ഞാനൊക്കെ സ്വപ്നം കണ്ടിരുന്ന ജോലി, ഇഷ്ടമുള്ളപ്പോൾ ഓഫീസിലേക്ക് വരണം, ഇഷ്ടമുള്ളപ്പോൾ ഓഫീസിൽ നിന്ന് പോകണം, ഇഷ്ടമുള്ള ദിവസം ലീവ് എടുക്കണം, ഇഷ്ടമുള്ള സാലറി കിട്ടണം. ഇതാണ് ഞാൻ കാണുന്നൊരു ഐഡിയൽ ജോലി, ഞാൻ കണ്ടിരുന്നൊരു ഐഡിയൽ ജോലി കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടിരുന്നൊരു ഐഡിയൽ ജോലി എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക, ഐഫർ കമ്പാരിറ്റീവ്ലി ചെറിയ കമ്പനിയാണ്. UGC നെറ്റിനെ സംബന്ധിച്ച് കേരളത്തിൽ ഫസ്റ്റ് ആണെന്നേ ഉള്ളൂ. ഓവറോൾ ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വെച്ച് വളരെ വളരെ ചെറിയ കമ്പനിയാണ്. ഐഫറിൽ ഇങ്ങനെ പവറുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളൊരു വർക്ക് ആൻഡ് ഫീഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പം വന്നാൽ മതി, ഓഫീസിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പം പോവാം, അവർക്ക് ഇഷ്ടമുള്ള ദിവസം ലീവ് എടുക്കാം, സെറ്റ് ഓഫ് KPIs ഉണ്ടാവും, അത് ഫുൾഫിൽ ചെയ്യണം. അങ്ങനെയുള്ളൊരു മെക്കാനിസം ഉണ്ട്, അതിൻ്റെ ഒരു സ്കോർ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് പക്ഷേ ഐഫറിൽ വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ കുറച്ച് ആൾക്കാർക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. ഏതാൾക്കാർ? ഞാൻ ഇപ്പം വരികയാണെങ്കിൽ വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം, നിങ്ങൾ വേറെ എടുത്തോളി എന്ന് പറയാൻ ധൈര്യമുള്ള ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള ആളുകൾ. ഓക്കെ, കേരളത്തിലെ ഏത് പെർമനൻറ്റ് ജോബിനേക്കാളേറെയും സാലറി വാങ്ങുന്ന, നോർമൽ സാലറി വാങ്ങുന്ന ആൾ നമ്മളെ പരിചയത്തിൽ ഐഫറിലുണ്ട്. അതും ഈ ഒരു ആസ്പെക്റ്റാണ്. ഏത്? അത്രയ്ക്ക് സ്കില്ലുണ്ട്, അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് പഠിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയ്ക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ, ഞാൻ നമ്മളെ ആസ്പെക്റ്റിലേക്ക് തന്നെ വരാം, നമ്മൾ ഓറിയൻറ്റേഷൻ ആസ്പെക്റ്റിലേക്ക് തന്നെ വരാം. നിങ്ങൾ ഇനി നേരിടാൻ പോകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ്, കൺഫ്യൂഷൻസ്, ജോലി കിട്ടുമോ, PG കഴിഞ്ഞിട്ട് എന്താ, നെറ്റ് കഴിഞ്ഞിട്ട് എന്താ, JRF കഴിഞ്ഞിട്ട് എന്താ, ഓക്കെ എന്നുള്ളതിനുള്ള സൊല്യൂഷൻ സ്കില്ല് കൂട്ടുക, നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് UGC നെറ്റിന് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഐഫർ ഞാൻ വീണ്ടും പറയുന്നു, ചെറിയ കമ്പനിയാണെങ്കിൽ പോലും ഇപ്പോഴും ഐഫറിൽ കുറേ വേക്കൻസി ഉണ്ട്. ഇപ്പോഴും ഐഫറിൽ കുറേ ഐഫറിൻ്റെ ഇൻസ്റ്റാഗ്രാമോ ബാക്കി പേജിലൊക്കെ നോക്കിയാൽ ഇന്ന് ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് 2 പുതിയ പോസ്റ്റിലേക്ക് ഐഫറിൽ റിക്രൂട്ട്മെൻറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, ആളുകളില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരില്ല എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സ്കില്ലാണോ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ സ്കില്ലുള്ള ആളുകൾ നമുക്ക് കിട്ടാനില്ല. ഓക്കെ, അപ്പം കൺക്ലൂഡിങ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക,
അടിപൊളിയായിട്ട് ക്വാളിഫൈ ചെയ്യുക, അടിപൊളിയായിട്ട് സ്കില്ലുകൾ ഉണ്ടാക്കുക, നെറ്റ് പഠിക്കുക, JRF പഠിക്കുക, അല്ലാത്ത സ്കില്ലുകൾ ഉണ്ടാക്കുക. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സ്കില്ലായിട്ട് പറയുന്ന സംഭവങ്ങളിലൊന്നാണ് നമ്മൾ ഈ പെർsuasion സ്കിൽസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ പ്രിയോറിറ്റൈസേഷൻ സ്കിൽസ്, ഇങ്ങനെയുള്ള കുറേ സെറ്റ് ഓഫ് ന്യൂ ജെൻ അല്ലെങ്കിൽ ന്യൂ വേൾഡ്സ് സ്കില്ലുകൾ ഉണ്ടാവും. അങ്ങനത്തെ സ്കില്ലുകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ PGക്ക് നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ബേസിക്കലി ഡോണ്ട് വറി അബൌട്ട് എംപ്ലോയ്മെൻറ്റ്, യു വിൽ ഗെറ്റ് നിങ്ങളെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ആസ്പെക്റ്റിലേക്ക് പോട്ടെ. ഇപ്പോൾ നിങ്ങൾ PG ആണ്. PG കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരു പെർമനൻറ്റ് ജോബ് സ്വപ്നം കാണുന്ന ആളുകളാവാനാണ് സാധ്യത. എനിക്കറിയില്ല. ഒരു സ്ഥിരം ജോലി, ബേസിക്കലി ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ജോലി സ്വപ്നം കാണാത്ത ആളുകളുണ്ടെങ്കിലും ഒന്ന് കൈയെടുത്തു. ഓക്കെ, അങ്ങനെ ഒരു ഡ്രീം ഇല്ലാത്ത, കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കീ ഗോളൊക്കെ ആളുകൾ പ്രത്യേകിച്ചും ഒന്നുമില്ല. വളരെ 2-3 ആൾക്കാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 2-3 ആൾക്കാർ വെരി ഗുഡ് എന്നൊന്നും പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, പെർമനൻറ്റ് ജോലി സ്വപ്നം കാണാനുള്ള തെറ്റൊന്നുമല്ല. ഓക്കെ, പക്ഷേ അവിടെ ഉള്ളൊരു ഫാക്റ്റ്, ബേസിക് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇന്ത്യൻ പോപ്പുലേഷൻ ആവശ്യമായ 1.5% പെർമനൻറ്റ് ജോലി ഇന്ത്യയിലുള്ളൂ. കോളേജ് ടീച്ചറെ കണക്ക് മാത്രമല്ല കേട്ടോ, ആ കണക്ക് വേറെ. ഓക്കെ, മൊത്തം LDCയും PSCയും ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ പാടെ കൂട്ടിയാലും അപ്പോൾ മൊത്തം ഇന്ത്യയിൽ 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 150 കോടി ജനങ്ങളുണ്ട്. ഏകദേശം 150 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു 3 കോടി ജനങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുള്ളൂ. അതിൽ 2-2.5 കോടി ജനങ്ങളെ കിട്ടിക്കിടക്കുകയാണ്. ഓക്കെ, ഞാൻ റിട്ടയർ ആയിട്ടുള്ള ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്കുള്ളൂ. കേരളത്തിലൊക്കെ ഏകദേശം 500 ആളുകളിൽ ഒരാൾക്ക് പെർമനൻറ്റ് ജോലിക്ക് സാധ്യതയുള്ളൂ, ഇൻക്ലൂഡിങ് എയ്ഡഡ്. ഓക്കെ, കേരളത്തിലൊക്കെ 500 ആളുകളിൽ ഒരാൾക്ക് സാധ്യതയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ PSC കോളേജിയേറ്റ് ലിസ്റ്റിലുള്ള 2ാം റാങ്കുള്ള ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി ഇപ്പോഴും ലിസ്റ്റിൽ തന്നെയാണല്ലോ കേട്ടോ. ആ ലിസ്റ്റ് കഴിയാനുമായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പെർമനൻറ്റ് ജോബിനുള്ള സാധ്യത ഇന്നത്തെ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ടീച്ചിങ് ആസ്പെക്റ്റിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഈ റിയലൈസേഷൻ ഉണ്ടായത് നല്ലതാണ്. ഞാൻ ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന ആളാണ്, രാജിവെച്ചതാണ്. ഓക്കെ, ദ തിങ് ഈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, യു ക്യാൻ ട്രൈ. പക്ഷേ അതാണ് എൻ്റെ ലൈഫ് ഗോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയാൽ മിക്കവാറും 500-ൽ 499 കുട്ടികളും ലൈഫ് ഗോൾ വിൽ ബി എ ഫെയിലിയർ. ഓക്കെ, അതാണ് ലൈഫ് ഗോൾ എന്ന്. അതേസമയം ഐ വിൽ ട്രൈ ബെസ്റ്റ്, ഐ വിൽ ട്രൈ ഫോർ പെർമനൻറ്റ് ജോബ്. കിട്ടിയാൽ ഐ ആം ഹാപ്പി. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ ഐ വിൽ ലുക്ക് ഫോർ സം അതർ ജോബ്, ഐ വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ് ടു. ആ ഒരു ഇതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പെർമനൻറ്റ് ജോബ് തെറ്റാന്നുള്ള അഭിപ്രായം എനിക്കില്ല. വെൽ ആൻഡ് ഗുഡ്, നോ ഇഷ്യൂസ്. പക്ഷേ ദ തിങ് ഈസ്, ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയ നമ്പർ ഓഫ് ആളുകൾക്കാണ്, കേരളത്തിൻ്റെ കണക്ക് പ്രകാരം 500-ൽ ഒരാൾക്കാണ് PSC ജോലി കിട്ടുന്നത്. അത് ഞാൻ എല്ലാ ജോബും കൂടി കൂട്ടിയതാണ്, ടീച്ചർമാരുടെ എണ്ണത്തിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ദ തിങ് ഈസ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ PG കഴിഞ്ഞ സമയത്ത്, ഓക്കെ, PG കഴിഞ്ഞ സമയത്ത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏത് കുട്ടിക്കും കിട്ടുന്ന ഏറ്റവും നല്ല ജോലി ഏതറിയോ? PG കഴിഞ്ഞ് പെട്ടെന്ന് ഇന്ത്യയിൽ ഏത് കുട്ടിക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയാണ് JRF കേട്ടോ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ്. ഓക്കെ, 5 കൊല്ലം ഏകദേശം നിങ്ങൾക്ക് ഒരു 30 ലക്ഷത്തോളം രൂപ കിട്ടും. 25 to 30 ലക്ഷം, 30 മുതൽ 40,000 തുടക്കത്തിൽ JRFും, പിന്നെ ഒരു 35 മുതൽ 45 TA ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു 5 കൊല്ലം പൈസ ഇട്ടാലെ ഒരു വഴിയാണ് JRF. നമുക്ക് അവിടെ എത്താലോ. വി വാണ്ട് ടു ബി റിയലിസ്റ്റിക്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ ഒരു 5 കൊല്ലം നമുക്ക് JRF കിട്ടി, ഒരു മാസം 40-45 ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് സാവകാശം ഉണ്ടല്ലോ. എന്തിന്? ഞാൻ ഏത് ജോലിക്ക് പോകണം, ഏതൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. അപ്പോൾ ഒക്കെപാട് ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ പാടെ കേട്ടിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്നൊന്നും ആലോചിക്കേണ്ട. JRF വാങ്ങുന്നു, അടുത്ത 5 കൊല്ലം സെറ്റില്ല. ഓക്കെ, അടുത്ത 5 കൊല്ലം സെറ്റില്ല. ഒരുപാട് ആളുകൾക്ക് JRF കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്കുണ്ട്, സംഭവങ്ങളിലേക്കുണ്ട്, കാര്യങ്ങളിലേക്കുണ്ട്. അപ്പം കമ്മിങ് ടു ദ പോയിന്റ്, എന്തുകൊണ്ടാണ് ആളുകൾ തോൽക്കുന്നത്? ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത് കൊണ്ടാണ്. ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള റീസൺ എന്താണ്? ആദ്യത്തെ റീസൺ ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മളെ മനസ്സിലൊരു കൺഫ്യൂഷനാണ്. പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഓക്കെ, പഠിച്ചിട്ട് കഴിച്ചിലാവോ? എൻ്റെ കസിന് എത്ര കാലമായി പഠിക്കുന്നു, ഇതുവരെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ, ഇതിലേക്ക് തന്നെയല്ല ഞാൻ പോകാനുള്ളത് പോലെയുള്ള സെൽഫ് ഡൗട്ടുകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെറ്റിന് പഠിക്കുക, JRF പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നൊരു കാര്യമല്ല. നിങ്ങൾ ജോലി കിട്ടാനല്ല നെറ്റിന് പഠിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടാനുള്ള ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നെറ്റ് എന്ന് കരുതിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്.
മറ്റേ നെറ്റ് കിട്ടിയെങ്കിൽ പിറ്റേന്ന് ജോലി കിട്ടുമെന്ന് ആലോചിച്ചാൽ പിറ്റേന്ന് തൊട്ടിട്ട് അടുത്ത ടെൻഷനാവും. ഇനി നെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പഠിക്കുക ഒക്കെ അടുത്ത നെറ്റ് JRF എന്നുള്ളത് ഞാൻ പറഞ്ഞത് സ്കില്ലായിരിക്കാം, ചെറിയ സംഭവങ്ങളായിരിക്കാം. അപ്പം ഭാവിയിൽ ഏത് കേസിലും എനിക്കൊരാളോട് ഞാനൊക്കെ എയ്ഫറിലൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കുറച്ചുകൂടി എയ്ഫറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ വരുന്ന ആളോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, എയ്ഫർ നിങ്ങൾ ജോലിക്ക് എടുത്തിട്ടില്ലെങ്കിൽ എയ്ഫറിന് എന്താണ് നഷ്ടം, അത്ര മാത്രമേ ഉള്ളൂ. എന്തിന് ഞാൻ നിങ്ങളെ ജോലിക്ക് എടുക്കണം, നിങ്ങളെ ജോലിക്ക് എടുത്തില്ലെങ്കിൽ എയ്ഫറിന് എന്താണ് നഷ്ടം, അങ്ങനെ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക. ഞാൻ PG കഴിഞ്ഞാണ്, അതൊന്നൊരു നഷ്ടമല്ല കേട്ടോ. ഒരുപാട് PG കഴിഞ്ഞ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. ഞാൻ നെറ്റ് കിട്ടിയവരാണ്, അതൊരു നഷ്ടമല്ല. എയ്ഫറിലൊരു 3000 നെറ്റ് കിട്ടിയ അലുമിനീസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഓൾ ആർ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സ്കില്ലുകളിൽ ഒന്നാണ് നെറ്റ് എന്നുള്ളത്, JRF എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ്, നെറ്റ് കിട്ടിയിട്ട് ഒരുപാട് ജോലി കിട്ടാത്ത ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അക്കാഡമിക് ലൈഫിൽ അക്കാഡമീഷ്യൻസായി ടീച്ചേഴ്സായിട്ട് നമ്മൾ പറയാറുണ്ട് SLC പോലെയാണ് നെറ്റ് എന്ന് ഞാൻ പറയും. SLC കിട്ടിയെന്ന് കരുതിയിട്ട് SLC ജയിച്ചെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടൂല. അതുപോലെ തന്നെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള അക്കാഡമിക്കലി നല്ല പൊസിഷനിലെത്തിയിട്ടുള്ള എല്ലാ ആളുകളും നിങ്ങൾ എടുത്തു നോക്കുക, എല്ലാവരും SLC ജയിച്ചവരായിരിക്കും. അതുപോലെ നെറ്റ് കിട്ടിയവരൊക്കെ കഴിച്ചിലായിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് വല്ല പൊസിഷനിലെത്തിയിട്ടുള്ള എല്ലാ ആളുകളും നെറ്റ് കിട്ടിയവരായിരിക്കും. യു ഗോട്ട് ദ പോയിന്റ്. നിങ്ങൾ ആരും എടുത്ത് നോക്കിയാൽ ഇവിടെയുള്ള ഏത് പ്രൊഫസേഴ്സിനെ ടീച്ചേഴ്സിനെ ബാക്കിയുള്ള എല്ലാവരും നെറ്റ് കിട്ടിയവരായിരിക്കും. സോ ദ തിങ് ഈസ്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നെറ്റ്. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ആസ്പെക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത വന്നാൽ ഇൻകൺസിസ്റ്റൻസിയുടെ ആദ്യത്തെ റീസൺ ഓവർകം ചെയ്യും. രണ്ടാമത്തെ ഇൻകൺസിസ്റ്റൻസി റീസൺ, എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുക? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുക? കൺസിസ്റ്റൻ്റ് ആവാൻ എപ്പോഴും ശ്രമിക്കേണ്ടത് ലോജിക്കൽ റീസൺ കൊണ്ടുവരരുത്, ഇമോഷണൽ റീസൺ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ചാലേ നെറ്റ് JRF കിട്ടുള്ളൂ, നന്നായിട്ട് പഠിച്ച് JRF കിട്ടിയാലേ PhD വിത്ത് ഫെലോഷിപ്പ് JRF ഫെലോഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വിത്ത് JRF ഫെലോഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു PhD ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു അക്കാഡമിക് പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, എന്ന് കരുതിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ? അത് ആലോചിച്ചിട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് കളിച്ച് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. പ്രൊപ്പോർഷൻ വിൽ ബി വെരി ലെസ്. യൂറോപ്പിലൊക്കെ പഠിപ്പും കളിയൊക്കെ ഏകദേശം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്നുള്ളതാണ് നമുക്കറിയാം, ഫുട്ബോളിന് ബാക്കിയുള്ള ഒരു ആസ്പെക്ട്. പക്ഷേ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി വളരെ പവർഫുൾ ബാക്ക്ഗ്രൗണ്ട്, ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ അങ്ങനെയൊന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, കേരളത്തിലെ മെജോറിറ്റി ഓഫ് ആളുകൾ അങ്ങനെയല്ല, കേരളത്തിലെ മെജോറിറ്റി ഓഫ് ആളുകൾ ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു പവർ കൊണ്ടാണെന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കാം, എല്ലാ സ്റ്റേറ്റും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് നന്നായിട്ട് പഠിച്ച് ജയിക്കണം, PhD ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹം വെച്ചിട്ട് എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എന്നോ കൺസിസ്റ്റൻ്റ് ആവുക. മറിച്ച് അതൊരു റീസണാണ്, പറ്റാവുന്നത്ര ഇമോഷണൽ റീസൺസ് ഉണ്ടാവുക. നിങ്ങളുടെ മൊബൈൽ എടുക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് മൊബൈലിൽ നോട്ടോ, ഐ പ്രിഫർ മൊബൈൽ, കാരണം മൊബൈലാണ് എപ്പോഴും കയ്യിലുണ്ടാവുക. മൊബൈലിൽ ഗൂഗിൾ കീപ്പോ ആപ്പിൾ നോട്ട്സിലോ എഴുതി വെക്കുക. ഞാൻ എയ്ഫറിലൊക്കെ ഫസ്റ്റ് കുട്ടികളോട് ചെയ്യുന്നൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കാര്യമാണ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്തിന് JRF കിട്ടണം, നല്ലൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനൊന്നും എഴുതി വെക്കരുത് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ അവസാനമൊക്കെ എഴുതി വെക്കുക, അതൊന്നുമല്ല കാരണം. ബേസിക്കലി എന്തിനാണ് നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല പൈസ ഉണ്ടാക്കുന്നത്? എനിക്ക് സമൂഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും എഴുതരുത് കേട്ടോ. എനിക്ക് സന്തോഷിക്കണം, നല്ല പൈസ ഉണ്ടാക്കണം, ഞാനും പ്രിയപ്പെട്ടവർ സന്തോഷിക്കണം, എൻ്റെ കുടുംബക്കാർ സന്തോഷിക്കണം, ഡെഫിനറ്റ്ലി അതോടൊപ്പം എനിക്ക് ബാക്കിയുള്ളവരെയും സഹായിക്കണം, അതിലൂടെ എനിക്ക് സന്തോഷം കണ്ടെത്തണം. അൾട്ടിമേറ്റ്ലി സെൽഫ് ഹാപ്പിനെസ് തന്നെയാണ് എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും കാര്യം. അറ്റ്ലീസ്റ്റ് 99.9% ആളുകളുടെയും കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇമോഷണൽ റീസൺസ് നിങ്ങൾ എഴുതി വെക്കണം. എത്ര എണ്ണം എഴുതി വെക്കാൻ പറ്റും അത്ര എണ്ണം എഴുതി വെക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഫസ്റ്റ് നൈഫ് റീസൺ എഴുതിക്കണം. ഒന്ന്, ഈ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണം, PhD ആവണം, അതാവണം. അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും പറയുന്നതാണ്, എനിക്ക് PhD ക്വാളിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്തിട്ട് ഇന്ത്യയിലെ നല്ല യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യണം, എനിക്ക് നല്ല സ്ഥലത്ത് ജോലി നേടണം, എനിക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, എനിക്കെൻ്റെ പാരൻസിനെ സന്തോഷിപ്പിക്കണം, എനിക്കെൻ്റെ ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കണം, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കണം,
എനിക്ക് ബില്ലിനെ പേടിക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റണം, എനിക്ക് ബില്ലിനെ പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റണം, എനിക്ക് ദുബായിൽ വാംജുമേരയിൽ പോയിട്ട് സ്കൈ ഡൈവിങ് ചെയ്യാൻ പറ്റണം, എനിക്ക് ബൊളീവിയയിലെ സാൻഫീൽഡ്സിലൂടെ കാർ ഓടിച്ച് പോകണം, എനിക്ക് ലോകം കറങ്ങണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തൂല എന്ന് കരുതിയിട്ടുള്ള എൻ്റെ നാട്ടിലെ അയാൾ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണണം. എൻ്റെ കോളേജിലെ ശത്രുക്കൾ, എന്നെ ഇഷ്ടമല്ലാത്ത ടീച്ചേഴ്സ്, ബാക്കിയുള്ള ആളുകൾ കൺഗ്രാജുലേഷൻ ഡിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്നത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കണം. എത്രത്തോളം ഇമോഷണൽ ആവാൻ പറ്റുമോ അത്രത്തോളം കൺസിസ്റ്റൻസി വിൽ ബി പവർഫുൾ. Nobody can be consistent by using logical reasons. I want to study, I want to qualify PhD, I want to be a good assistant professor, I want to serve the society. It will never work. So definitely that's a part of the game. അപ്പോൾ അത് എത്രത്തോളം അതിൽ ഹൈലി പേഴ്സണൽ ഉണ്ടാവും. ഞാനൊരു പബ്ലിക് പറയാൻ പറ്റുന്ന സ്പേസ് പറയാൻ പറ്റുന്ന വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ചില പ്രിയപ്പെട്ടവരുണ്ടാവും, ചില പ്രിയപ്പെട്ടവരുടെ ഇൻസിഡൻസ് ഉണ്ടാവും, ചില എനിമീസ് ഉണ്ടാവും, ചില ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, ചില വാശികളുണ്ടാവും, ചില സംഭവങ്ങളുണ്ടാവും, ചില കാര്യങ്ങളുണ്ടാവും. പല പല ആ റീസണുകൾ നിങ്ങൾ ഇന്ന് തന്നെ എഴുതി വെക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഓരോ സമയത്ത് മനുഷ്യനെ കൺസിസ്റ്റൻസി ആക്കുക ഓരോരോ റീസണുകളാണ്. ദുബായിൽ സ്കൈ ഡൈവിങ് ചെയ്യണമെന്ന് എപ്പോഴും ആലോചിച്ചാലൊന്നും ആവില്ല കേട്ടോ. ചില സമയത്ത് ദുബായിൽ സ്കൈ ഡൈവിങ് കാണുമ്പോൾ എന്നെ അത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മോട്ടിവേഷണൽ റിസൾട്ട് കിട്ടിയതിന് ശേഷം ചെയ്താണ്. ഞാൻ പറഞ്ഞൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, സോ ദ തിങ് ഈസ് എത്രത്തോളം പേഴ്സണൽ ആൻഡ് ഇമോഷണൽ റീസൺസ് ചെയ്താൻ പറ്റുമോ അത്രത്തോളം റീസൺസ് ചെയ്ത്. ഇതാണ് കൺസിസ്റ്റൻസി ഉണ്ടാവാനുള്ള സെക്കൻഡ് ആസ്പെക്ട്. ആൻഡ് ദ തേർഡ് വൺ, അതോട് ഞാൻ കൺസിസ്റ്റൻസി നിർത്തുകയാണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം എല്ലാം മനസ്സിലാക്കുക. പെർഫെക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതാറുണ്ട്. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത അറിയാം. നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുക പ്രാക്ടിക്കബിൾ അല്ലാത്ത ഡിസിഷൻസ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൽ, കോളേജ് ലൈഫിൽ ഞാൻ കുറച്ചൊക്കെ പഠിക്കുമായിരുന്നു. ഭയങ്കര പഠിപ്പിച്ചൊന്നും എന്നാലും കുറച്ച് പഠിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ എടുത്തൊരു തീരുമാനമുണ്ട്, ഒരുപാട് തവണ എടുത്തൊരു തീരുമാനം, ഒരിക്കൽ പോലും എനിക്ക് ജീവിതത്തിൽ നടപ്പ് വരുത്താൻ പറ്റാത്തൊരു തീരുമാനം. എന്താണ് തീരുമാനം പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇത് കൂടുതൽ എടുക്കപ്പെടാന്ന് ചോദിച്ചാൽ പരീക്ഷകളിൽ 3 മണിക്കൂറിൻ്റെ പരീക്ഷ 1.5 മണിക്കൂറിന് എഴുതി കഴിഞ്ഞിട്ട് നമ്മളായിട്ടൊരു മാർക്ക് കൂട്ടി വെക്കുമല്ലോ, എനിക്ക് ഇത്ര കിട്ടുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടൂലെന്ന് തോന്നുമല്ലോ, അപ്പം എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ. അതായത് പരീക്ഷ എന്നിട്ട് 3 മണിക്കൂർ അത് പോകാനും പറ്റൂല, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണമല്ലോ. എന്താണ് തീരുമാനം? വളരെ കറക്റ്റ്. ഇനി തൊട്ടിട്ട് ഞാൻ അന്നന്ന് എടുക്കുന്നത് അന്നൊന്ന് പഠിക്കും, അല്ലേ? ഞാൻ ഹൺഡ്രഡ്സ് ഓഫ് ടൈം ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഒരിക്കൽ പോലും എനിക്കത് 2-3 ദിവസത്തിനപ്പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതൊരിക്കലും ഒരു പ്രാക്ടിക്കബിൾ സൊല്യൂഷൻ അല്ല. ഒരു മനുഷ്യനും അന്നന്ന് എടുക്കണം അന്നന്ന് പഠിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. പിന്നെ ചില ആളുകൾ പറയും, ഞാൻ ഇങ്ങനെ 1 കൊല്ലം തുടർച്ചയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ജയിച്ചിട്ടുണ്ടായിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിരുന്നു, എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തും പറയാം. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാം, ഞാൻ 1 മാസം തുടർച്ചയായിട്ട് 23.5 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ മനസ്സിലുണ്ടാവും സാറ് നല്ല തള്ളലാന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് 2 JRF ഉണ്ട്, 8 നെറ്റ് ഉണ്ട്, ഒരേ ഒരു മലയാളം. ജയിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സുഖം, എന്തും പറയാം. ഈ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും സുഖമുള്ള സ്റ്റേജ് ഏതാ അറിയോ? ഏറ്റവും എൻജോയിങ് സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്നു, ആ പരീക്ഷ ജയിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ളവരോട് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പരിപാടിയില്ലേ, ഭയങ്കര സുഖമാണ് അല്ലേ? അങ്ങനെയാണ് ഇങ്ങനെയാണ്, നെറ്റ് അതാണ്, ക്വാളിഫിക്കേഷൻ കൂട്ടണോ, ഇത് കൂട്ടണോ, റീസൺ എഴുതണോ, ഭയങ്കര സുഖമാണ്. ഐ റിയലി എൻജോയ് ദിസ്, യു വിൽ ഓൾസോ റിയലി എൻജോയ് ദിസ്. ഇപ്പോൾ പറഞ്ഞത് വെച്ചാൽ കിട്ടിക്കഴിഞ്ഞിട്ട് പലരും പലതും പറയും. അതാണ് ഈ 20 മണിക്കൂർ പഠിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടാവുന്നത്. തുടർച്ചയായിട്ട് 2 മണിക്കൂർ മൊബൈൽ തൊടാതെ ദിവസങ്ങളോളം ലോകവുമായിട്ടൊരു ബന്ധവും ഇല്ലാതൊക്കെ പഠിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നത്, ഒരു പരിപാടിക്കും പോകാതെ പഠിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നത് ജയിച്ചു കഴിഞ്ഞാൽ വിൽ എൻജോയ് ദാറ്റ്. അത് നിങ്ങൾക്കും പറയട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാം അത് ജയിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഇല്ല. ഒരു മനുഷ്യനും എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും ഇന്ന് തൊട്ടിട്ട് അടുത്ത നെറ്റ് എക്സാമിന്, സോ ബേസിക്കലി നമ്മൾ December 1 എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അടുത്ത നെറ്റ് എക്സാമിന് ഏകദേശം ഒരു 75 to 80 days ആണുള്ളത്. ഈ 75 to 80 days ഒരു മനുഷ്യനും തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇതാദ്യമേ മനസ്സിലാക്കിയാലൊരു സുഖം എന്താ അറിയോ? പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഗിൽറ്റ് ഉണ്ടാവില്ല. എവിടെ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് JRF 30 ലക്ഷം അടിപൊളി, ഇതൊക്കെ ഇനി തൊട്ടിട്ട് ഞാൻ സ്ഥിരമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാമെന്നൊക്കെ തീരുമാനിക്കും. ഇന്നും നാളെയും പഠിക്കും, മറ്റന്നാൾ പഠിക്കാൻ കഴിയില്ല, ആ ഫ്ലോ അങ്ങ് പോകും. പിന്നെ അടുത്ത ക്ലാസ് വേറെ ആരെങ്കിലും എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ റിസൾട്ട് വന്നിട്ട് നിങ്ങളെ കൂടെ പഠിച്ച നിങ്ങളെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ വരേണ്ടി വരും. ഐ മീൻ പോസ്റ്റർ.
ഐ മീൻ ദ തിങ് ഈസ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഒരാൾക്കും സ്ഥിരമായിട്ട് പഠിക്കാൻ പറ്റില്ല, ഒരാൾക്കും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല, ഒരാൾക്കും എല്ലാ ദിവസവും പഠിക്കാൻ പറ്റില്ല. ഏത് മനുഷ്യനും കുറച്ച് ദിവസം പഠിച്ച ഒരു ദിവസം ഡൗൺ ആവും, 4 ദിവസം പഠിച്ചാൽ ഒരു ദിവസം ഒരു മൂഡ് ഉണ്ടാവില്ല, കുറച്ച് സമയം കുറവായിരിക്കും, ക്ഷീണമായിരിക്കും എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. സോ കൺസിസ്റ്റൻസി എന്നുള്ള പോയിന്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തത് നമ്മളെ സിറ്റുവേഷനിലുള്ള ചുറ്റുവട്ടത്തുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി കിട്ടാത്തത്, PSCയിൽ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് നിങ്ങളെ ഇൻകൺസിസ്റ്റൻസിയെ ബാധിക്കരുത്. അങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ടാവും. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഏത് ജോലിയാണോ അത് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻ കൂട്ടാൻ പോകണം. അതിൻ്റെ ഒരു ആദ്യത്തെ ആസ്പെക്റ്റാണ് നെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇന്ന് തന്നെ നിങ്ങൾ നോട്ട് എടുക്കുക. ട്രൈ ടു റൈറ്റ് ആസ് മച്ച് ഇമോഷണൽ റീസൺസ് ആസ് പോസിബിൾ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇതൊന്നുകൂടി പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പലപ്പോഴും ഞാൻ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ ഒരു പരീക്ഷ ജയിച്ച ആളെ കാണുമ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എന്താണ്? സബ്ജക്ട് സ്പെസിഫിക് ഒന്നും പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോടൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഏതാ? എങ്ങനെ പഠിച്ചത്, എന്താ പഠിച്ചത്? ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ആഗ്രഹം എന്താ വെച്ചാൽ എത്ര മണിക്കൂറായിരുന്നു പഠിച്ചിരുന്നത്? ഓക്കെ, എത്ര ദിവസമായിരുന്നു പഠിച്ചിരുന്നത്? എത്ര കാലമാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ചിലപ്പോഴൊക്കെ എനിക്കൊക്കെ തോന്നി എപ്പോഴാണ് നീച്ചിനിയത്, എപ്പോഴാണ് ഉറങ്ങിയത് എന്നൊക്കെ ചോദിക്കാനൊക്കെ തോന്നാറുണ്ട്. അത്ര പേഴ്സണൽ സ്പേസ് ഉള്ളവരോട് ചോദിക്കാറുണ്ട്. അവിടെയുള്ള ഉത്തരം, അതിനുള്ള ഒരു ലൈഫ് ലോങ് ഉത്തരം ഞാൻ തരാം. ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. പോട്ടെ, 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ നല്ലത്? 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത്? 1 മണിക്കൂർ നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ 2 മണിക്കൂർ നല്ല വൃത്തിക്ക് പഠിക്കാം. ഈ 1 മണിക്കൂർ പഠിക്കുന്നതാണോ 2 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കും. പലരും എന്നോട് പറയാറുണ്ട് 1 മണിക്കൂർ വൃത്തിക്ക് പഠിക്കാം. ഈ വൃത്തിക്ക് പഠിക്കലൊക്കെ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയോ? ഈ വൃത്തിക്കല്ലാതെ പഠിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു പഠിപ്പൊന്നുമില്ല കേട്ടോ. വൃത്തിക്ക് ഒറ്റ പഠിപ്പേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് വൃത്തി ഇല്ലാതെ പഠിക്കുക, വൃത്തി ഉണ്ടായി പഠിക്കുക എന്നുള്ളൊരു പഠിപ്പൊന്നുമില്ല. അത് നമുക്കുള്ളത് കൊണ്ടാണ്. പഠിക്കുകയാണെങ്കിൽ വൃത്തിയിൽ പഠിക്കുക. ദാറ്റ്സ് എ നോർമൽ. ഞാൻ പറയുന്നൊക്കെ സത്യാട്ടോ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ദ തിങ് ഈസ് ദാറ്റ് 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും നല്ലത് 2 മണിക്കൂർ പഠിക്കുന്നതാണ്. അതിനേക്കാളും നല്ലത് 3 മണിക്കൂറാണ്. അതിനേക്കാളും നല്ലത് 5 മണിക്കൂറാണ്. അതിനേക്കാളും നല്ലത് 10 മണിക്കൂറാണ്. ഏറ്റവും നല്ലത് 24 മണിക്കൂറാണ്. കഴിഞ്ഞു. ഏറ്റവും നല്ലത് 24 മണിക്കൂർ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് 24 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കബിൾ അല്ല. ഒരു മനുഷ്യനെ കൊണ്ട് 24 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല. 23, 22 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വെറുതെ തള്ളാന്നല്ലാതെ ഒരാൾക്കും പഠിക്കാം. അപ്പോൾ പിന്നെ എന്താ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പഠിക്കുക. എന്താണ് മാക്സിമം? ഒരു മനുഷ്യന് തുടർച്ചയായിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുക? നിങ്ങളൊരു ഡേക്കിൽ എത്രയാണ്? 40 മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ. പിന്നെ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത്, ഇപ്പോൾ സ്കൂളിൽ എത്ര എനിക്കറിയില്ല, ഞാനൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് 40 മിനിറ്റ് ആയിരുന്നൊരു പീരീഡ്. അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് ഒരു പീരീഡിൻ്റെ ലെങ്ത് 40 മിനിറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന 40 മിനിറ്റ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കേട്ട് കോളേജിലെത്തിയപ്പോൾ അത് 1 മണിക്കൂറായി. അപ്പോൾ പിന്നെ മനുഷ്യന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് 1 മണിക്കൂറായി. പിന്നെ ചില പ്രത്യേക മാഷന്മാരുടെ ക്ലാസ്സിൽ അത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയി മാറും അല്ലേ? അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കേസ്. പക്ഷേ ഒരു മനുഷ്യന് എത്ര മണിക്കൂറാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അൺലിമിറ്റഡ് ആണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ എത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെ പോട്ടെ, 2 മണിക്കൂർ 3 മണിക്കൂർ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾ അക്കാഡമിക്കലി ഇരുന്ന സെഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപൂർവം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപൂർവം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. മോസ്റ്റ് അപൂർവം കേസുകൾ ഉണ്ടായിട്ടുണ്ടാവാം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. അപൂർവമുള്ളൂ, ഞാൻ പറയുന്നില്ല. ഇനി 1 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത ദിവസങ്ങളുണ്ടാവും, 40 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത ദിവസങ്ങളുണ്ടാവും. ഇനി ഉണ്ടാവും ഓക്കെ ചിലപ്പം 5 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത ദിവസങ്ങളുണ്ടാവും. ചില ടീച്ചർമാരുടെ ക്ലാസ്സുകളിൽ കോൺസെൻട്രേഷനേ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. 40 മിനിറ്റ് പോട്ടെ, 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലേൺ. ഓക്കെ, people says that there is inconsistency or there are boring topics, but I always say there are no boring topics. There are only topics that are taught boringly or learned boringly or written boringly. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എപ്പോഴും ഞങ്ങൾക്ക് UGC നെറ്റ് കിട്ടുക, എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ഥലകാല സമയബോധം ഇല്ലാതെ പഠിക്കാൻ പറ്റണം.
ഈ എത്ര മണിക്കൂർ ഓരോ ദിവസം പഠിക്കേണ്ടതെന്ന് എന്തിനാണ് ചോദിക്കുന്നത് അറിയോ? ഈ 3 മണിക്കൂറാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി. നമ്മൾ ആദ്യം തന്നെ ഐഡിയ എന്താ പറയുക, 7 മണിക്ക് തുടങ്ങിയാൽ 10 മണിക്ക് തീരും, 10 മണി കഴിഞ്ഞാൽ ഉറങ്ങാം അല്ലേ? നമ്മൾ ഈ 3 മണിക്കൂർ കിട്ടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ തീരുന്ന സമയം കൂട്ടാം. നിങ്ങൾ ആലോചിച്ച് വെക്കുക, എപ്പോഴൊക്കെ 2 മണിക്കൂർ കണക്ക് വെച്ചിട്ടുണ്ടോ അത് തീരുന്ന സമയമാണ് ആദ്യം മനസ്സിൽ വരിക. അപ്പം നിർത്താം. ഓക്കെ, ഈ 4 മണിക്കൂറാണെങ്കിൽ 11 മണിക്ക് നിർത്താം. ഓക്കെ, ഈ സാറ് പറയാം എല്ലാ ദിവസവും അപ്പോൾ ഈ ഒരു സമയം ആ സമയത്ത് നിർത്താം. ഏത് സമയത്ത് തുടങ്ങി പഠിക്കാമെന്നല്ല, ഏത് സമയത്ത് നിർത്താം എന്നുള്ള നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലകാല സമയം ബോധമില്ലാതെ പഠിക്കാൻ പറ്റണം. എപ്പോഴാണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇത് എപ്പോഴാണ് നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ബേസിക്കലി നിങ്ങളുടേതായ അഫയേഴ്സ് നോക്കുന്നുണ്ടാവും. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എയ്ഫറിൽ തുടർച്ചയായിട്ട് നമ്മൾ രാത്രി തൊട്ട് രാവിലെ വരെ ക്ലാസ് എടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ഇങ്ങനെ ക്ലാസ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്നു, രാവിലെ 6 മണി വരെ ക്ലാസ് എടുത്തു. എയ്ഫറിൽ അങ്ങനെ ക്ലാസ് എടുക്കാറൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുക്കുന്ന ടോക്സിക്കാന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ പറഞ്ഞെന്താ, ആ മൂഡിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോയപ്പോൾ ഫുള്ള് ക്ലാസ് ആയിപ്പോയി. ഓക്കെ, അതായത് 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അരമണിക്കൂറിൽ ബോറടിച്ച കേസുകളുണ്ട്, 1 മണിക്കൂറിൽ എടുത്ത കേസ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, സമയം ആലോചിക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾ എത്തണം. അതെങ്ങനെ എത്താൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്. പഠനം 100% ഇഫ് പോസിബിൾ ഡിജിറ്റൽ ആക്കുക. നിങ്ങളുടെ പഠനം എത്ര പെർസെൻറ്റേജ് ഡിജിറ്റൽ ഉണ്ടാവും? ഒരു 90% എബോ ഉള്ളവരൊന്ന് കൈ ഉയർത്തും. ഒരു അപ്രോക്സിമേറ്റ്, അങ്ങനെ കണക്കൊന്നും പറയാൻ പറ്റും. നിങ്ങളുടെ പഠനം 90% എബോ ഡിജിറ്റലുള്ള ആളുകൾ ഇവിടെ 50% എബോ 50% അപ്പോൾ ഓക്കെ. ഈ പഠനം ഡിജിറ്റലാക്കുക ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥലകാല സമയബോധമില്ലാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി ഡിജിറ്റലാവുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ നാട്ടിലുണ്ടാക്കിയ കുറേ ശീലമുണ്ട്, ഈ പഠനത്തിന് ആവശ്യമില്ലാതെ കണ്ടീഷനുകളിലേക്കാക്കി മാറ്റി. ഏതുപോലെ എന്നോടൊക്കെ ഉമ്മ എപ്പോഴും പറയായിരുന്നു, ആ പഠിക്കുന്ന ടേബിളിൽ ഒക്കെ ഇരുന്ന് പഠിക്കണം, പഠിക്കാനുള്ള റൂം ഉണ്ടാക്കണം, ഓക്കെ, നട്ടെല്ല് നിവർത്തി പഠിക്കണം, എന്നാലേ തലയിൽ കയറുള്ളൂ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നട്ടെല്ല് നിവർത്തി ചിലപ്പോൾ നട്ടെല്ലിന് കാര്യം ഉണ്ടാവുമായിരിക്കും, കുറേ നേരം പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ മെജോറിറ്റി കിടന്നിട്ട് പഠിക്കുന്ന ഒരാളാണ്, കിടന്നിട്ട് മൊബൈലിൽ പഠിക്കുന്ന ആളാണ്. കുറച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ റെക്കോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മൊബൈലിലോ ടാബിലോ കിടന്ന് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കിടക്കാത്തപോലെ ഇന്നോട്ടിട്ട് കിടന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പഠനത്തിനൊരു റൂം ഉണ്ടാക്കിയല്ല പ്രശ്നം, ആ റൂമിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലകാല സമയബോധമില്ലാതെ പഠിക്കാൻ പറ്റില്ല. പഠനത്തിനൊരു പോസ്ചർ ഉണ്ടാക്കിയ, പഠനത്തിനൊരു ടേബിൾ ഉണ്ടാക്കിയ, പഠനത്തിനൊരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാക്കിയ, പഠനത്തിനൊരു പുസ്തകം ഉണ്ടാക്കിയ, അതായത് ഞാൻ നോട്ട് ചെയ്തും ആ നോട്ട് എഴുതിയ നോട്ട് വെച്ചിട്ട് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്ന് കരുതിയ, ആ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടാകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടാകുന്ന സമയത്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ദ തിങ് ഈസ് സിമ്പിൾ. പഠനത്തിനൊരു കണ്ടീഷൻ ഇല്ലാതിരിക്കുക, ഡിജിറ്റൽ ആവുക എന്ന് പറയുമ്പോൾ ടാബ് ഉണ്ട്, ലാപ്പ് ഉണ്ട്, മൊബൈലുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാ? ഞാൻ പറയാം, ഏറ്റവും നല്ലത് മൊബൈലാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ബോധമുള്ള സമയത്തൊക്കെ മൊബൈൽ നമ്മളെ കൂടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ബോധമുള്ള സമയത്തൊക്കെ നമ്മളെ കൂടെ മൊബൈൽ ഉണ്ടാവും. മൊബൈൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് ബോധം പോലും ഇല്ല എന്നൊക്കെ ചോദിക്കും അല്ലേ, എൻ്റെ മൊബൈൽ ഇവിടെ ഒന്നും കൂടി അറിയില്ല എന്നൊക്കെ ചോദിക്കുന്ന പോലെ. സോ ദ ബെസ്റ്റ് തിങ് ഈസ് റീഡ് യൂസിങ് യുവർ മൊബൈൽ ഫോൺ. സ്റ്റാർട്ട് റീഡിങ് യൂസിങ് യുവർ മൊബൈൽ ഫോൺ. കാരണം വീണ്ടും ഞാൻ എത്തുന്നത് സ്ഥലകാല സമയബോധമില്ലാത്ത രാഷ്ട്രത്തിലേക്കാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കുമ്പോഴുള്ള പ്രശ്നം കുറേ പ്രശ്നം. എന്താ പ്രശ്നം? ഡിസ്ട്രാക്ഷൻ, പിന്നെ കണ്ണിന് ബുദ്ധിമുട്ട്, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കുമ്പോഴുള്ള, മൊബൈൽ ഫോൺ എന്നല്ല ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ച് പഠിക്കുമ്പോഴുള്ള 2 റീസണാണുള്ളത്. ഒന്ന് ഡിസ്ട്രാക്ഷനാണ്, 2 കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാവാം. ഇതിൽ ആദ്യത്തെ കേസ് കണ്ണിന് സ്ട്രെയിൻ, ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന കേസുകളിൽ ഞാൻ പറയും, അതിങ്ങനെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുകയാണ്, നിങ്ങളിപ്പോൾ എത്ര മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ പഠിക്കുമ്പോഴല്ലാതെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ കണ്ണിന് വല്ല സ്ട്രെയിനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പഠിക്കുമ്പോഴല്ലാതെ ടി വി കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ, സീരീസ് ബങ്ക് ചെയ്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ അല്ലേ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടോ? എനിക്കുണ്ടാവില്ല കേട്ടോ. അപൂർവം കേസുകളിൽ ഫിസിക്കൽ ബുദ്ധിമുട്ടുള്ള, മൈഗ്രെയിനൊക്കെ ബൈബത്തൊക്കെ ഉള്ള ആളുകളുണ്ടാവും. ഐ റെസ്പെക്ട് ദാറ്റ്. നിങ്ങൾ അങ്ങനെ എക്സാമ്പിൾ ആയിട്ടിരിക്കുന്നത്, ഞാനൊരു ജനറൽ ഓഡിയൻസ് എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
പഠിക്കുന്ന നമുക്ക് പറ്റാത്തതുകൊണ്ടുണ്ടാവും. രണ്ടാമത്തെ കേസ്, ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ണട വെക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, ഇഫറൊക്കെ തുടങ്ങിയ കാലത്താണ്, കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട് എന്നാണ്. ഓക്കെ, അപ്പം എന്നോട് ചോദിച്ചു എത്ര സമയം ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഐഡിയ മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണ്, രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങുന്ന സമയം ലാപ്ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്, ഇഫറിൻ്റെ തുടക്കകാലം. അപ്പോൾ ഡോക്ടർ എന്ത് പറയും, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കുറക്കണം അല്ലേ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കുറക്കണം, അതാണ് കണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പരിചയമുള്ള ഡോക്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ്. അത് നടക്കില്ല ഡോക്ടറെ, രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ നിർബന്ധമാണ്, ഓക്കെ, ലാപ്ടോപ്പ് ഉപയോഗിക്കൽ നിർബന്ധമാണ്. അതിന് വേണമെങ്കിൽ ഡോക്ടർ കണ്ണട എഴുതി തന്നോളൂ, ലേസർ ചെയ്തോളൂ, സർജറി ചെയ്തോളൂ, എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, ലാപ്ടോപ്പ് കുറക്കൽ നടക്കില്ല. മൊബൈലൊക്കെ കുറച്ചിട്ട് ജീവിക്കൽ നടക്കുമോ? നടക്കൂല. ഇനി ഒന്നുമില്ലെങ്കിൽ കണ്ണട വെക്കുക. നിങ്ങളൊന്ന് ആലോചിക്കണേ, മൊബൈൽ യൂസ് ചെയ്യാതെ, ലാപ്ടോപ്പ് യൂസ് ചെയ്യാതെ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതെ, ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ണുമായിട്ട് മരിച്ചു പോകുന്നതാണോ നല്ലത്? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ണട വെച്ച, ലെൻസ് വെച്ച കണ്ണുമായിട്ട് മരിച്ചു പോകുന്നതാണോ നല്ലത്? ഞാൻ ലെൻസ് വെച്ച കണ്ണുമായിട്ട് മരിച്ചു പോകുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് പഠിച്ചവാണെങ്കിൽ പുതിയ കണ്ണ് തരുമല്ലോ, ഓക്കെ, ഇനി ആവശ്യമുണ്ടെങ്കിൽ. ദ തിങ് ഈസ് ദാറ്റ്, ഓക്കെ, അൺവാണ്ടഡ് ഹെൽത്ത് ഇതൊന്നും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞൊരു സാധനം, കണ്ടുകൊണ്ടിരിക്കുക, കണ്ണട വെക്കണമെങ്കിൽ കണ്ണട വെക്കുക. എൻ്റെ ഒരു ഒക്കെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 10-25 കൊല്ലൂടെയൊക്കെ നമ്മൾ ഈ വല്യച്ഛന്മാരുണ്ടായ കാലത്ത് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെയാണല്ലോ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി. ഒരു 10-30-40 കൊല്ലം കഴിഞ്ഞാലൊക്കെ ഈ ഡ്രസ്സൊക്കെ പോലെ എല്ലാ മനുഷ്യന്മാരും കണ്ണട വെക്കും, നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടാലൊക്കെ അതിൻ്റെ മുന്നേ സഞ്ചരിച്ച ആളുകളാണ് അല്ലേ, നമ്മൾ കണ്ണട വെച്ച ആളുകളൊക്കെ മുന്നേ സഞ്ചരിച്ച ആളുകളാണെന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യന്മാരും കണ്ണട വിൽ ബി എ നോർമൽ പ്രോസസ്സ്. എൻ്റെ 6 വയസ്സായ മോൻ വെക്കുന്നുണ്ട്, ഓക്കെ, മോക്ക് 3 മാസമായിട്ടുള്ളൂ, അറിയില്ല, ഓക്കെ, വൈഫ് വെക്കുന്നുണ്ട്, ഫാമിലി വെക്കുന്നുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ ആവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ണിൻ്റെ ഹെൽത്തിനെ നോക്കണം, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഉണ്ട്, കുറച്ച് കാലം നോക്കിയാൽ കുറച്ച് ദൂരെ നോക്കണം, ഇങ്ങനെയുള്ള കുറേ ഹെൽത്ത് പ്രാക്ടീസുകളുണ്ട്, അതൊക്കെ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിന്, ഹെഡേക്ക് പോലെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട്, നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ മൊത്തം എടുക്കാനല്ല, ഞാനൊരു ജനറൽ ആസ്പെക്റ്റിലേക്കുള്ള ഒരു ഐഡിയ പറഞ്ഞതാണ്. ഓക്കെ, കണ്ണിൻ്റെ സ്ട്രെയിൻ ശീലമായി പഠിച്ച് ഞാൻ PC തോമസിൻ്റെ അടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോയ സമയത്ത്, അന്ന് PC തോമസിൻ്റെ ഒക്കെ പ്രതാപകാലം, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് PC തോമസ് പറയായിരുന്നു, നിങ്ങൾ പഠിച്ച് ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും പഠിക്കുക. അങ്ങനെ കുറേ പഠിക്കുമ്പോൾ ബോറടി അങ്ങ് മാറും. ഓക്കെ, അതേപോലെ മൊബൈലിൽ നോക്കി കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പിന്നെയും കുറേ നേരം നോക്കുക. ഓക്കെ, ഇടയ്ക്കൊരു ഗ്യാപ്പും ബ്രേക്കും ഒക്കെ എടുത്തിട്ട് അതിലേക്ക് ബോഡിയെ ശീലമാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് റിഗാർഡിംഗ് ദ ഫിസിക്കൽ ആസ്പെക്ട്. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള കേസ് ഡിജിറ്റൽ ലേണിങ്ങിൻ്റെ, ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കൺസേൺ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രാക്ഷനാണ്. ഡിസ്ട്രാക്ഷൻ എങ്ങനെയൊക്കെ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഇന്ന് ഗൂഗിളിനെ പോലും അക്കാഡമിക്കലി കവച്ച് വെക്കുന്ന സെർച്ച് എഞ്ചിൻ യൂട്യൂബാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പറിൽ വെച്ച് നോക്കുമ്പോൾ ChatGPT നന്നായിട്ട് കയറി വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ യൂട്യൂബ് പ്ലേസ് എ കീ റോൾ ഇൻ സെർച്ച്. ഇപ്പം നമ്മളുണ്ടാവില്ലേ, ചില അക്കാഡമിക് ഡൗട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറിയതായിരിക്കും. കയറി കഴിഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു തിരിച്ചറിവ് വരിക, പടച്ചോനെ ഞാൻ എന്തോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലോ കയറിയത്, അതെന്താന്ന് പോലും മറന്നു പോയിട്ടുണ്ടാവും. അല്ലാതെ അത് നോക്കി പഠിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റിന് വേണ്ടിയിട്ട് 2 വീഡിയോ കാണാനൊന്നുമല്ല. യൂട്യൂബിൽ നല്ല ഇൻറ്റൻഷനോട് കൂടി കയറി, ഓക്കെ, എവിടെയോ എത്തി, ഒരു 1-2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു തലവേദന ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ ഭയങ്കര ഗിൽട്ട് അല്ലേ, വെറുതെ സമയം കളഞ്ഞു. അനീസാറ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഇനി എല്ലാ സമയം യൂസ് ചെയ്യണം, ഓക്കെ, UGC നെറ്റൊക്കെ അടിക്കണം, JRF ഒക്കെ അടിക്കണം, എൻ്റെ ലൈഫിൽ ഇതാക്കണം, സ്കില്ല് ഉണ്ടാക്കണം. ചില ആളുകൾ, എൻ്റെ പേഴ്സണൽ വിശ്വാസത്തിലൊക്കെ സമയം വെറുതെ വേസ്റ്റായിട്ട് കളയാനൊന്നും പാടില്ല, ദൈവത്തോട് ഉത്തരം പറയണം എന്നൊക്കെ വിശ്വാസമുള്ള ആളൊക്കെയാണ്. അങ്ങനത്തെ വിശ്വാസത്തോടെ ആളാണെങ്കിൽ ഗിൽറ്റ് പിന്നെയും കൂടും. വെറുതെ സമയം കളഞ്ഞത് ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമല്ലോ, വെറുതെ ആണല്ലോ കളഞ്ഞത്, ഗിൽറ്റ് വിടും, ഇനി നാളെ തൊട്ട് ഞാൻ സമയം കളയില്ല അല്ലേ. നാളെ ഒരു മാറ്റം ഉണ്ടാവില്ല, ഇതേപോലെ വീണ്ടും യൂട്യൂബ് കാണും, അടുത്ത ഗിൽറ്റ് അടിക്കും, പിറ്റേന്ന് യൂട്യൂബ് കാണും, അടുത്ത ഗിൽറ്റ് അടിക്കും. ആ കാണുന്ന യൂട്യൂബിൻ്റെ അവർ ഇങ്ങനെ കൂടും, ഓക്കെ, അല്ല ഗിൽറ്റിനൊരു മാറ്റം ഉണ്ടാവില്ല, കാണുന്നതിനൊരു മാറ്റം ഉണ്ടാവില്ല. ദി തിങ് ഈസ്, അവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ സൈക്കോളജി JRF ഹോൾഡറാണ്, അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ബയോളജിക്കൽ എക്സ്പീരിയൻസ്, ഒരു പരിചയത്തിൻ്റെ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താ അറിയോ, ഗിൽറ്റ് അടിക്കാതിരിക്കുക, വേറെ സൊല്യൂഷനൊന്നുമില്ല. 2 മണിക്കൂറിൽ മൊബൈലിൽ വെറുതെ സമയം കളഞ്ഞാൽ, ഞാൻ മൊബൈലിൽ വെറുതെ സമയം കളഞ്ഞല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുക, പോയി ഫുഡ് കഴിക്കുക, അടിപൊളിയാക്കുക, ജീവിക്കുക. ദ ടൈം യു എൻജോയ്ഡ് വേസ്റ്റിംഗ് ഈസ് നോട്ട് എ വേസ്റ്റഡ് ടൈം എന്നുള്ള ഫിലോസഫി ഉണ്ട് കേട്ടോ. ദ ടൈം യു എൻജോയ്ഡ് വേസ്റ്റിംഗ് ഈസ് നോട്ട് എ വേസ്റ്റഡ് ടൈം.
എന്നുള്ളൊരു ഫിലോസഫി ഉണ്ട്. അത് വേണമെങ്കിൽ എടുത്താൽ മതി, എല്ലാവരും എടുക്കണം എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കല്ല. പറഞ്ഞെന്താ വെച്ചാൽ ഗിൽട്ട് ഇല്ലാതിരിക്കുക. ബിക്കോസ് ദ തിങ് ഈസ്, ഇപ്പം പലരും പറയും ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പം എന്താ പറയുക, പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറുന്നു, യൂട്യൂബ് വേറെ കുറേ സജഷനിലേക്ക് പോകുന്നു, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ വരുന്നു, ഇൻസ്റ്റാഗ്രാം ആസ്പെക്റ്റിലേക്ക് വരുന്നു, അതിലേക്ക് പോകുന്നു. ഇതിന് 2 ലെവലിലാണ് ആളുകൾ സോൾവ് ചെയ്യുക. ഒരു സോൾവ് എക്സ്ട്രീം ആസ്പെക്റ്റിലായിരിക്കും, പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യും അല്ലേ. മൊബൈലില്ലാതെ നടക്കില്ലല്ലോ. ഒരിക്കലും ചെയ്യരുത് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ അറിയോ, നോമോഫോബിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താ അറിയോ, അമേരിക്കയിൽ ഒരു മെൻ്റൽ ഡിസോർഡറൊക്കെ ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ, നമ്മുടെ നാട്ടിൽ നോമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ലോസിങ് മൊബൈൽ ഫോൺ എന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ തലമുറക്കുള്ള ഏറ്റവും വലിയൊരു പേടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിലെ ചാർജ് തീരുമോ, എൻ്റെ ഫോണിലെ ഡാറ്റ തീരുമോ, എൻ്റെ ഫോണിലെ പ്ലാൻ തീരുമോ, പല രീതിയിലുള്ളതാണ്. ഡാറ്റയ്ക്ക് പിന്നെ ജിയോയും ഇതൊക്കെ വന്നതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഡെയിലി പ്ലാൻ തീരുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ദ തിങ് ഈസ്, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത മൊബൈൽ ഫോൺ, ഞാൻ പറയും ടു മോസ്റ്റ് ഓഫ് അസ് വിൽ ബി എ സോഴ്സ് ഓഫ് ടെൻഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, 1% ചാർജിലെ മൊബൈൽ ഫോണായിട്ട് നടക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. വീട്ടിലെത്താൻ 2 മണിക്കൂറുണ്ട്, ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ മെൻ്റൽ സിറ്റുവേഷൻ. ഞാൻ നല്ല ടെൻഷനായിരിക്കും. അത് വേറെ ലെവലിലുള്ള ടെൻഷൻ എന്നല്ല, ഐ വിൽ ബി ഡിസ്കംഫേർട്ട്. ആ സമയത്ത് ഞാൻ പഠിക്കുകയാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രധാനമന്ത്രി ഒന്നും എന്നെ വിളിക്കാനൊന്നുമില്ല, ആരും വിളിക്കാനൊന്നുമില്ല. എന്നാലും ഇത് ചാർജ് ഇരുന്നിട്ട് ആർക്കെങ്കിലും അർജൻറ്റ് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ, അതിൻ്റെ ഇടയ്ക്ക് എന്തോ ലോകത്ത് സംഭവിച്ചിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലോ, അല്ലേ, ദിസ് ഈസ് എ തിങ്. അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എത്രയാണെങ്കിൽ യൂസ് ചെയ്യാതെ, യൂട്യൂബൊക്കെ അല്ലാതെ മൊബൈൽ ഫോൺ വിൽ ബി എ സോഴ്സ് ഓഫ് ടെൻഷൻ. അത് വെച്ചിട്ട് തീരെ പഠിക്കാൻ പറ്റുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അതിനേക്കാളൊരു സുഖം ഇതൊക്കെ മൊബൈൽ ഫോൺ വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്കും പോകരുത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ്, നേരത്തെ പറഞ്ഞ പോയിന്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാം. അതായത് ഡിസ്ട്രാക്ഷൻ ഈസ് ബയോളജിക്കൽ. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പോകുന്നു, വാട്സപ്പിൽ പോകുന്നു, എന്തിലും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാം. Those system means social medias has been created in such a background or such an algorithm. It stimulates the human body to secrete certain hormones or neurotransmitters like dopamine that will give us a pleasure. Pleasure hormone എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. That will seek us to get addicted to that. എന്നോട് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ കുറേ പഠിക്കുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടി അറിയോ? നിങ്ങളൊന്ന് കൈയൊക്കെ നിറയ്ക്കുക, കൺഗ്രാജുലേഷൻ, നിങ്ങളൊരു എല്ലാ ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ നല്ല ഹെൽത്തി സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു കസിൻ ഉണ്ട്, ഒരിക്കലും ഡിസ്ട്രാക്ട് ചെയ്യാതെ 10 മണിക്കൂറൊക്കെ മൊബൈൽ ഫോൺ തുടർച്ചയായി പഠിക്കുമെങ്കിൽ കസിൻ്റെ അച്ഛനോട് പറയാം, അച്ഛ അമ്മക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രശ്നമുണ്ട്, ഇത്ര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പഠിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം ഈ അൽഗോരിതം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അതിനുള്ള ഹോർമോൺ ഇവിടെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് സെൻസ്. എപ്പോഴെങ്കിലും പരീക്ഷൻ്റെ തലേന്നോ ഒന്നോ അല്ല ദിവസം എല്ലാം പറയുന്നുണ്ട്, എക്സെപ്ഷനിൽ നമുക്കൊക്കെ പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഓൺ റെഗുലർ ബേസിസ് എന്നുള്ളതാണ്. എക്സ്ട്രീം മോട്ടിവേഷൻ എക്സാമിൻ്റെ തലേന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. എക്സാമിൻ്റെ തലേന്നുള്ള രാത്രിയൊക്കെ നമുക്ക് വരുന്നൊരു ഫീലിംഗ് ഇല്ല, 2:30 ഇങ്ങനത്തെ ഒരു 4 രാത്രിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സബ്ജക്റ്റ് തകിടം മറിക്കുമായിരുന്നു എന്നുള്ളത് പിറ്റത്തെ എക്സാമിൻ്റെ തലേന്ന് രാത്രിയായി വരുള്ളൂ എന്നുള്ളതാണ് അല്ലേ, സ്പാർക്ക് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞത് എക്സെപ്ഷണൽ 1-2 ദിവസങ്ങൾ വരുന്നതല്ല, ഇറ്റ്സ് നോർമൽ ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എയ്ഫറിൻ്റെ വിഷൻ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം എന്നുള്ളതാണ്. നമ്മുടെ ഒരു തിയറി അവിടെയാണ് നമ്മൾ വർക്കൗട്ട്. അതായത് ഞാനൊക്കെ ആലോചിച്ചത്, ഇവിടെയൊക്കെ പഠിച്ച കാലത്ത് തന്നെ നമ്മൾ കാര്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്യും, എന്നിട്ട് CHലായിരുന്നു, ലൈബ്രറിയിലായിരുന്നു അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആലോചിച്ച്, എല്ലാവർക്കും കളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ, പഠിക്കുമ്പോൾ എന്താ ഹാപ്പി അല്ലാത്തത്? ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ കളിക്കുമ്പോൾ ഹാപ്പിയാണല്ലോ, മൊബൈൽ ഫോൺ പഠിക്കുമ്പോൾ എന്താ ഹാപ്പി അല്ലാത്തത്? അപ്പം ബയോളജിക്കലേക്ക് പഠിച്ച് മനസ്സിലായി, മൊബൈൽ ഫോണിലുള്ള സിസ്റ്റം ഇങ്ങനെ അൽഗോരിതം ഡോപ്പമിൻ പല സംഭവങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, അത് ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇതായിരുന്നു, എന്താണെന്ന് ചോദിച്ചാൽ, എന്നാൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യാത്തത്? അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ചിന്ത എന്താ ചോദിച്ചാൽ, why can't we create a learning system that will stimulate the human body to secrete dopamine and other hormones so that we will feel thrilled in learning? എയ്ഫർ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. എയ്ഫറിൽ പഠനം എന്ന് പറഞ്ഞൊരു ഭ്രാന്താണ്, ഒരു സമയം, സ്ഥലം, കാലം, സമയം. ഞാൻ ഇപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ ക്ലാസ് എടുത്ത് വരാം, ഇതിനങ്ങനെ സമയമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രി 12 മണിക്ക് ഉണ്ടാവും, 2 മണിക്ക് ഉണ്ടാവും, ഉച്ചയ്ക്ക് ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും, അതുണ്ടാവും. ഇങ്ങനെയുള്ളൊരു കാരണം ഗെറ്റ് അഡിക്റ്റഡ് ടു ലേണിംഗ്. എനിക്ക് എന്തുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആദ്യം JRF കിട്ടി, ആദ്യം സൈക്കോളജിയാണ്, എനിക്ക് കിട്ടിയ JRFകളിലൊക്കെ ഞാൻ രസം എന്താണെന്ന് വെച്ചാൽ, നെറ്റ് UGC നെറ്റാണല്ലോ, 8 നെറ്റും 8 ആർട്സ് സബ്ജക്റ്റിലാണ്, JRF 2 ആർട്സ് സബ്ജക്റ്റിലാണ്. പക്ഷേ
എൻ്റെ യു ജി ആർട്സ് അല്ല, എൻ്റെ യു ജി സയൻസ്. അവിടെ ഒരു ഹെൽത്ത് സയൻസിലെ BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചത്. അപ്പോൾ ഞാൻ സൈക്കോളജിയിൽ JRF നേടുന്ന സമയത്ത് ബേസിക്കലി എനിക്ക് UG സൈക്കോളജി ഇല്ല. ഓക്കെ, UG സൈക്കോളജി ഇല്ല, PG സൈക്കോളജി ഇല്ല. PG രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ആദ്യം എനിക്ക് സൈക്കോളജി JRF കിട്ടി കേട്ടോ, പിന്നെ PG ഫസ്റ്റ് സെമ്മ്, പിന്നെ PG സെക്കൻഡ് സെമ്മ്, പിന്നെ ആദ്യം എനിക്ക് കൊമേഴ്സിൽ JRF കിട്ടിയത്, പിന്നെ കൊമേഴ്സ് ഫസ്റ്റ് സെമ്മ്, കൊമേഴ്സ് സെക്കൻഡ് സെമ്മ്, കൊമേഴ്സ് തേർഡ് സെമ്മ്. PGയിൽ UG നിർബന്ധമല്ലല്ലോ, സൈക്കോളജി ഇപ്പം റെഗുലറേ പറ്റുള്ളൂ. പോട്ടെ, ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. സോ ദ തിങ് ഈസ് ദാറ്റ്, അപ്പം ആ സമയത്ത് ഓക്കെ, ആ സമയത്തൊക്കെ എങ്ങനെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും പരീക്ഷ എഴുതുന്നത് എന്നോട് ചോദിക്കുന്ന സമയത്ത് പേഴ്സണലി ഞാൻ പറയും, എനിക്ക് ഏറ്റവും പ്ലഷർ വരുന്നത് പഠിക്കുമ്പോഴാണ്. പഠിക്കുന്ന ത്രില്ലിലേക്ക് നിങ്ങൾ എത്തിയാൽ, ഓക്കെ, എക്സൈറ്റഡ് ആയി മാറിയാൽ ബേസിക്കലി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കാലം നെറ്റ് എക്സാം എഴുതിയത്. ഇനി ഞാൻ നെറ്റ് എക്സാം എഴുതുന്നില്ല കേട്ടോ. ലാസ്റ്റ് നെറ്റ് വൈസ് മൈൽ ഒന്നുമല്ല, നെറ്റ് കഴിഞ്ഞിട്ട് കേരളത്തിൽ 14 ജില്ലകളിലും ജയിച്ച ഇഫ്രൈറ്റ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ നെറ്റ് ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റൊക്കെ മനസ്സിലാവും. ഒരു മാർക്കിന് നെറ്റ് മിസ്സായ ആളുകളുടെ ലൈഫിൽ ഓക്കെ, നെറ്റ് കാരണം കിട്ടാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി റീസെൻ്റ്ലി. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനമെടുത്ത്. അപ്പോൾ ഒരു ഗിൽറ്റ് വന്നു തുടങ്ങി. ഇനി ഞാൻ നേടുന്ന ഓരോ നെറ്റും എനിക്ക് ചിലപ്പോൾ 8-9 നമ്പറായിരിക്കും. എൻ്റെ തന്നെ പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാനുള്ളൊരു അവസരമായിരിക്കുമോ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് ദൈവത്തോട് ഉത്തരം വരേണ്ടിരുന്നൊക്കെയുള്ളൊരു പേടിയിൽ ഇനി നെറ്റ് എക്സാം എഴുതണ്ടെന്ന് തീരുമാനിച്ചു. ഓക്കെ, എഴുതും. പേപ്പർ 1 ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, പേപ്പർ 2 എഴുതൂല. പരീക്ഷകളുടെ ചിലപ്പോൾ ഞാൻ ഉണ്ടാവും, പക്ഷേ ഇനിയൊരു നെറ്റില്ല. ഓക്കെ, ഇനിയൊരു നെറ്റില്ല എന്ന് പറയാൻ കാരണം ഞാൻ ബേസിക്കലി ദ റീസൺ ഇസ് ഞാൻ പറഞ്ഞൊരു സാധനത്തിലേ ഉള്ളൂ. ലേണിംഗ് എക്സൈറ്റഡ് ആക്കുക, എല്ലാ സമയത്തും പഠിക്കുക, പഠനം ഒരു ഭ്രാന്താക്കി മാറ്റുക, പഠനം ഒരു എക്സൈറ്റഡ് ആക്കി മാറ്റുക, സ്ഥലകാല സമയബോധമില്ലാതാക്കുക, അത് മൊബൈൽ വഴി ആക്കുക, അത് ഡിജിറ്റൽ ആക്കുക. ടാബ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഡിജിറ്റൽ ആക്കുക. ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, ഡോണ്ട് വറി, ഡിസ്ട്രാക്ഷൻ മാറുന്ന സമയത്ത് ചെയ്യുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഡിസ്ട്രാക്ഷൻ ഓക്കെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഒരു 2 മണിക്കൂറിൽ 1:55 1 മണിക്കൂർ 55 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം കളിച്ചിട്ട് 5 മിനിറ്റ് പഠിച്ചിട്ട് അനീസർ പറഞ്ഞിട്ടുണ്ട് ഐ ആം എ നോർമൽ ഹെൽത്തി ഹ്യൂമൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നടന്ന എല്ലാ കാലത്തും നിങ്ങൾ നോർമൽ ഹെൽത്തി ഹ്യൂമൻ തന്നെ ആയിരിക്കും. ഒരു ജോലി ഉണ്ടാവില്ല, ഒരു നെറ്റും ഉണ്ടാവില്ല, ഒരു JRF ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് പഠിക്കാക്കണ്ട. ദർ ഷുഡ് ബി എ ബാലൻസ്. ഓക്കെ, ദർ ഷുഡ് ബി എ. അപ്പോൾ നമ്മൾ ചെയ്തൊരു സാധനം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഏറ്റവും അഡിക്റ്റഡ് ആയിട്ടുള്ളത് റീൽസാണ്. എയ്ഫർ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള എയ്ഫറിൽ എജു റീൽസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് റീല് മാത്രം വെച്ചിട്ട് പേപ്പർ കൊണ്ട് പഠിക്കാം. ആയിരക്കണക്കിന് റീലുകൾ, 35 സെക്കൻഡ് റീൽ, നോർമൽ ക്ലാസ്സുകളുണ്ട്, റീലുകൾ. അവിടെ അഡിക്റ്റഡ് ആവാം. ഓക്കെ, ഗെറ്റ് അഡിക്റ്റഡ് ടു ഇൻസ്റ്റാഗ്രാം ബട്ട് ഇൻ എ ബെറ്റർ വേ. ഓക്കെ, എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട്. സോ ബേസിക്കലി ദിസ് ഈസ് ഇറ്റ്. ദ സൊല്യൂഷൻ ഈസ് എത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനേ അല്ല, പറ്റാവുന്ന സമയത്തൊക്കെ പഠിക്കും. ബട്ട് കാരണം പലരും എന്നോട് ചോദിക്കും, എല്ലാവരും JRF ഹോൾഡേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേൾക്കാം, എനിക്ക് JRF കിട്ടിയാൽ മതി എന്നുള്ള ഇൻറ്റൻഷനിലാണല്ലോ ആദ്യം ചോദിക്കാം. പറഞ്ഞൊക്കെ കേൾക്കൊന്നുമില്ല. ഓക്കെ, ഒരു പറയുന്നത് ചിലപ്പോൾ അധികമായിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരുമോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നൊരു സാധനമാണ്, ഇത്രയേ ഉള്ളൂ. JRF കിട്ടുന്നത് ഈ പരീക്ഷ നല്ല ടഫാണോ എന്ന് ചോദിച്ചാൽ ഈ പരീക്ഷ നല്ല ടഫാട്ടോ. നല്ല ടഫാണോ എന്ന് ചോദിച്ചാൽ കോണ്ടന്റ് ആസ്പെക്റ്റിലല്ല. ഓക്കെ, ഇപ്രാവശ്യം സൈക്കോളജിയൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവാം. 250 ഒക്കെയാണ് കട്ട് ഓഫ്. 250 എന്ന് പറഞ്ഞാൽ 150 ചോദ്യങ്ങളിൽ 125 ശരിയാക്കണം. എല്ലാ കാറ്റഗറി അല്ല, നോർമൽ ആസ്പെക്റ്റിൽ. ഞാനൊക്കെ സൈക്കോളജി പഠിച്ച കാലത്ത് എനിക്ക് JRF കിട്ടിയ മാർക്ക് കൊണ്ട് ഇപ്പോൾ PhD അഡ്മിഷൻ പോലും കിട്ടില്ല. ഓക്കെ, നല്ല ടഫാണ്, നല്ല കമ്പറ്റീഷനാണ്, ആളുകൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ 1% ആളുകൾക്കാണ് JRF കിട്ടുക. 1% ആളെന്ന് പറഞ്ഞാൽ 1000 ആൾ പരീക്ഷ എഴുതിയാൽ 1000-ൽ 1% എത്ര? എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ബേസിക് മാത്സ് കോഴ്സിൽ ചേരും അല്ലേ? ഓക്കെ, വെറുതാണ്. 1000-ൽ 1% എന്ന് പറഞ്ഞാൽ 1000-ൽ 10% എന്ന് പറഞ്ഞാൽ 100, 1% എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, 1% എന്ന് പറഞ്ഞാൽ 10. 1000 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 10 കുട്ടികൾക്കാണ് JRF കിട്ടുക. ഈ എഴുതുന്ന കുട്ടികൾ ആരൊക്കെ ഉണ്ടാവാറ്? നിങ്ങളുണ്ടാവും, നിങ്ങളെ കൂടെ പഠിച്ചവരുണ്ടാവും, നിങ്ങളെ ജൂനിയേഴ്സ് ഉണ്ടാവും, നിങ്ങളെ സീനിയേഴ്സ് ഉണ്ടാവും, നിങ്ങളെ സൂപ്പർ സീനിയേഴ്സ് ഉണ്ടാവും, അവരുടെ സൂപ്പർ സീനിയേഴ്സ് ഉണ്ടാവും, നിങ്ങളെ JRF നെറ്റോ കിട്ടാത്ത പെർമനൻ്റ് അല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും. ഇതേപോലെ കേരളത്തിലെ 14 ജില്ല, ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകൾ, 8-9 എത്രയാണോ യൂണിയൻ ടെറിട്ടറീസ്, അത്ര യൂണിയൻ ടെറിട്ടറീസ് എല്ലാവരും ഉണ്ടാവും. നെറ്റാകുമ്പോൾ കോമ്പറ്റീഷൻ ഒന്നുകൂടി കൂടും. കാരണം നെറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നെറ്റിന് ഏജ് ലിമിറ്റ് പോലും ഇല്ല. ഓക്കെ, നെറ്റ് ഒരു ഏജ് ലിമിറ്റ് ഇല്ലാത്ത എക്സാമാണ്. എയ്ഫറിൽ നമുക്ക് 68 വയസ്സായ സ്റ്റുഡൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉച്ചക്കൊക്കെ ഇങ്ങനെ വിളിക്കും, മോനെ ഊണൊക്കെ കഴിച്ചോ,
ഊണൊക്കെ കഴിച്ച് അടുത്തായിട്ട് മോനെ എനിക്ക് ആ കണക്ക് മനസ്സിലായിട്ടില്ലടാ, അതെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും വിജയകുമാരിയമ്മ എന്നൊക്കെ പറയും. ഓക്കെ, അവരൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി റെസ്റ്റൊക്കെ ആയി, ഓക്കെ, ഫുള്ള് അത്യാവശ്യത്തിന് നല്ല പൈസ ഒക്കെ ഉണ്ട്, മക്കളൊക്കെ അമേരിക്കയിലൊക്കെ ആയി. പിന്നൊരു ലൈഫിൽ എഴുതാൻ പറ്റുന്ന പരീക്ഷ ഇതാണ്. ചിലപ്പോൾ ചെറുപ്പകാലത്തൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയില്ല അവസാന കാലഘട്ടങ്ങളിൽ. അവസാനം ആരുടെ എപ്പോഴാണെന്നൊന്നും അറിയില്ല, വയസ്സല്ല. ബട്ട് സ്റ്റിൽ ദ തിങ് ഈസ്, ഞാൻ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ നെറ്റ് എക്സാം ഏജ് ലിമിറ്റ് പോലും ഇല്ലാത്തൊരു എക്സാമാണ്. നെറ്റ് എക്സാം ഒരു ഏജ് ലിമിറ്റ് പോലും ഇല്ലാത്തൊരു എക്സാമാണ്. അതുകൊണ്ട് ഇത് കോമ്പറ്റീഷൻ വളരെ ടഫാണ്. 1% ആളുകൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ എന്താ? ഒന്നുമില്ല. ഓക്കെ, ഏറ്റവും നന്നായി പഠിക്കുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ PYQ ചെയ്യുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന 1% ഒരാളാവുക, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ഒരാളാവുക. നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ഒരാൾ നിങ്ങളാവുക. നിങ്ങൾ ഉറങ്ങണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ. എപ്പോഴാണ് ഉറങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ദിവസം പഠിച്ച് നിങ്ങൾക്ക് അവസാനം കൊണ്ട് തോന്നുകയാണ്, ഇന്ന് ഇന്ത്യ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പഠിച്ച 1% ഒരാളാവാൻ മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോൾ ഉറങ്ങിയാൽ മതി. എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾ ആലോചിക്കുക. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, അങ്ങ് ദൂരെ ഗുവാഹത്തിയിൽ അല്ലേ, അങ്ങ് ദൂരെ പൂനെയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന വേറെ കുട്ടി ഉണ്ടാവും. ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ്. ഓക്കെ, ആ കുട്ടിയേക്കാളേറെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉറങ്ങുക. ദ ഓൺലി സൊല്യൂഷൻ ഇസ് ദർ ഇസ് നോ ഷോർട്ട് കട്ട്. നിങ്ങൾ എയ്ഫറിൽ വന്നാലും ഒരു ഷോർട്ട് കട്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ പഠിക്കുക, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ചെയ്യുക, ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക, ഏറ്റവും കൂടുതൽ വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്നും പറയാം, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന 1% ഒരാൾ നിങ്ങൾക്ക് ആവാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് നീ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നല്ല ടഫല്ലേ എന്ന് ചോദിച്ചാൽ നല്ല ടഫാണ്. ഈ ടഫ് കൂടുന്തോറും ഉയരം കൂടുന്തോറും ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ ടഫ് കൂടുന്തോറും ഇതിൻ്റെ ബെനിഫിറ്റും കൂടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്? 30 ലക്ഷങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, 30 ലക്ഷം 5 കൊല്ലം കൊണ്ട് ഫെലോഷിപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ JRF കിട്ടിയിട്ട് PhDക്ക് ജോയിൻ ആഗ്രഹിച്ചിട്ട് PhDക്ക് ജോയിൻ ചെയ്യാത്ത ഒരാളില്ല, കിട്ടുന്ന എല്ലാവരും ഉണ്ട്. ഇന്നലെ ഇപ്പോൾ അവസാനമായിട്ട് ഒരു എയ്ഫറേറ്റ് ജാനുവരി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. JRF കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, JRF കിട്ടിയതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, കാരണം അവിടുത്തെ ഗൈഡിൻ്റെ അവൈലബിലിറ്റി വാക്കൻസി കൂടി അതിലൊരു ഫാക്ടറാണ്. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. JRF കിട്ടി PhD ചെയ്ത് കഴിഞ്ഞ് നല്ല ജോലി കിട്ടാത്ത ആളുകളുമില്ല. ഡെഫിനറ്റ്ലി ചില സമയം എടുക്കുന്ന കേസുകളുണ്ട്, എല്ലാവരും അങ്ങനെ നേരം. ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസ് വൺസ് യു ക്വാളിഫൈ JRF, ഇന്നത്തെ ഹൈലി ആംബിഗസ് അൺഎംപ്ലോയിഡ് സിറ്റുവേഷനുള്ള ഇന്ത്യയിൽ നിങ്ങൾ അക്കാഡമിക് ഓൾമോസ്റ്റ് സെറ്റിൽഡാണ്. ഓൾമോസ്റ്റ് സെറ്റിൽഡ്, ഞാൻ 100% പറയുന്നത്. അപ്പം ബെനിഫിറ്റ് കൂടുമ്പോൾ ടഫ്നെസ് കൂടും. ദാറ്റ് ഇസ് എ സിമ്പിൾ ലോജിക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, കുട്ടികളൊക്കെ പറയും മാഷേ പരീക്ഷ എളുപ്പമാണെന്ന് പ്രാർത്ഥിക്കണേ, ഓക്കെ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തോട് ഒരിക്കലും വരുന്ന UGC നെറ്റ് എക്സാം എളുപ്പമാണെന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ. ദൈവത്തോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവമേ ഇപ്രാവശ്യത്തെ UGC നെറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിരിക്കണേ, ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള എക്സാം ആയിരിക്കണേ, ഏറ്റവും ടഫായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ എക്സാമിലെ ചോദ്യങ്ങൾ ശരിയായിട്ട് ഉത്തരം ചെയ്താനുള്ള ശക്തിയും വിവരവും ധൈര്യവും എനിക്ക് നൽകണം. ഓക്കെ, അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. പരീക്ഷ എളുപ്പമായാലും പ്രശ്നം എന്താ പറയുക, എല്ലാവർക്കും എളുപ്പമാവും. നമ്മളെ വിചാരം നമുക്ക് മാത്രമേ പരീക്ഷ എളുപ്പമുള്ളൂ. ഡിഗ്രി PG ഒക്കെ ആഗ്രഹിക്കുക, കാരണം എല്ലാവരും ജയിക്കും, അതൊരു ക്വാളിഫയിങ് എക്സാമാണ്. ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ തോൽക്കും വേണം. ബാക്കിയുള്ളവർക്ക് നിങ്ങളെക്കാളേറെ മാർക്ക് കുറവ് നേടണം. ഇത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു ശരിയായ ചിന്താഗതിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അല്ലേ, ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ. പക്ഷെ അതാണ് ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സ്ഥിതി. ഓക്കെ, ബാക്കിയുള്ളവർ തോൽക്കുന്ന സമയത്ത് മാത്രം കുറച്ച് ആളുകൾ ജയിക്കുന്ന ഒരു പ്രത്യേക പരീക്ഷ. ഓക്കെ, പ്രത്യേക പരീക്ഷ. തിരിച്ചും പറയാം, ജയിക്കുക എന്നുള്ള പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം, പരീക്ഷ ടഫായിരിക്കും, അപ്പം നന്നായിട്ട് പഠിക്കേണ്ടി വരും. ടഫായിട്ടുള്ള ചോദ്യം ഉത്തരം ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ ഏകദേശം നിങ്ങളുടെയും പോകണം, പഠിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ എത്ര കാലത്തെ എക്സ്പീരിയൻസിൽ പറയാം, UGC നെറ്റ് എക്സാം കേട്ടോ, UGC നെറ്റ് എക്സാമിൽ മോസ്റ്റ് ഓഫ് ദ സബ്ജക്റ്റിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, റീസെൻ്റ്ലി ചില എക്കണോമിക്സ് ഒക്കെ ഒഴിച്ചിട്ടുള്ള മെജോറിറ്റി ഓഫ് ദ സബ്ജക്റ്റുകളിലും പേപ്പർ 2 മാത്സ് അധികം ഇല്ലാത്ത സബ്ജക്റ്റുകളാണ്. പേപ്പർ 2 മാത്സ്. ഓക്കെ, ഈ സബ്ജക്റ്റുകളുണ്ട്, അതിനനുസരിച്ച് പ്രോഗ്രാം പലതും ഉണ്ട്. പക്ഷേ പേപ്പർ 1 ആകെ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. 10 ക്വസ്റ്റ്യനാണ് മാത്സ് ഉണ്ടാവുക. ഡാറ്റ 5 എണ്ണം, മാത്സ് 5 എണ്ണം. അതിൽ എല്ലാം ഡാറ്റ, ചിലപ്പോൾ റിലേഷൻഷിപ്പൊക്കെ വരാം മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ. ഞാൻ പറയാറുണ്ട്, ശരിക്കും ടൈമില്ലാത്ത പ്രശ്നമല്ല. എന്താ പ്രശ്നം അറിയോ? വിവരമില്ലാത്ത പ്രശ്നം.
എന്തുകൊണ്ടാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അരമണിക്കൂർ എടുക്കണേ അറിയോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആദ്യം ഒരു രീതിയിലാണ് ചെയ്തു നോക്കുന്നു, അതിൻ്റെ ഉത്തരമല്ല, അപ്പോൾ അടുത്ത രീതിയിലാണ് ചെയ്തു നോക്കുന്നു, അപ്പോഴും ഉത്തരമല്ല, പിന്നെ വേറെ ഏതോ കുളിച്ച് നോക്കുന്നു, എങ്ങനെയെങ്കിലും ഉത്തരം കിട്ടുമോ? ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്. UGC നെറ്റ് എക്സാമിൽ ഒരു മാത്സിൻ്റെ PG എക്സാമിൽ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റിനും ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലേക്ക് ഉണ്ടാകുമ്പോൾ, എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ ഒരുപാട് ഉണ്ടാകുമ്പോൾ, അതിലൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ ഉണ്ടാകുമ്പോൾ ടൈം ഒരു ഫംഗ്ഷൻ. ഇതൊരു ഒബ്ജക്റ്റീവ് എക്സാമിൽ നോർമൽ മോസ്റ്റ് ഓഫ് ദി സബ്ജക്റ്റിൽ 10 മാത്സ് ക്വസ്റ്റ്യൻ മാത്രമുള്ള 3 മണിക്കൂറുള്ള ഒരു സബ്ജക്റ്റിൽ, ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു ചോദ്യം ഒബ്ജക്റ്റീവ് വായിച്ചു, കിട്ടി, ഇല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ കിട്ടി, ആ ക്വസ്റ്റ്യൻ തീർന്നു. ഡെഫിനറ്റ്ലി ലാസ്റ്റിലുള്ള അപ്ലൈഡ് റിസർച്ചും സാറ്റിയിലും കുറച്ച് സമയം എടുക്കും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള 90 ക്വസ്റ്റ്യനുകളിൽ അറിയോ അറിയില്ല എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദി കേസസ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാത്ത പ്രശ്നമല്ല, വിവരമില്ലാത്ത പ്രശ്നം. നിങ്ങളങ്ങ് പഠിച്ചു നോക്കി, ഓക്കെ, പഠിച്ചു നോക്കി. പേപ്പർ 1 ഒരുപാട് സമയം ബാക്കിയുണ്ടാവും. ഇത് ഉത്തരം കിട്ടാത്തപ്പോൾ മാത്സൊക്കെ ഇനി അങ്ങനെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിലൊന്ന് പോയി നോക്കിയാലോ ആ ഉത്തരത്തിലെത്തോ? ഇനി നമുക്ക് പലപ്പോഴും ഉത്തരം ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊരു ഉറപ്പുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന ഉത്തരം ഓപ്ഷനിലുണ്ടോ അതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഇഷ്യൂ ഇല്ല. നന്നായിട്ട് ഈ ഒരു എക്സാമിനാണ് ഞാൻ പറയുന്നത്, ഈ ഒരു എക്സാമിനാണ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു കൂട്ടാനും ഗുണിക്കാനും കുറക്കാനും ഹരിക്കാനും വെട്ടിച്ചെറുതാക്കാനും ഒക്കെ ഒരു മിനിമം സ്പീഡ് വേണം. ഓക്കെ, ഒരു മിനിമം സ്പീഡ് വേണം. അത് കാലങ്ങളായിട്ട് മറന്നുപോയാൽ, എസ്പെഷ്യലി റീസെൻറ്റ് എക്സാമിനൊക്കെ കുറേ ഡെസിമൽ പോയിൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട്. 1.01 ഇൻറ്റു 1.001 ഇൻറ്റു 1.0001 ബൈ 2.331 ഇൻറ്റു 2.331 ഇൻറ്റു എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന ഇതുണ്ട്. അതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിൽ കുറച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ബുദ്ധിമുട്ടാണ്. സോ ഇത്രയാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളൊരു സാധനം, ഞാൻ കൺസിസ്റ്റൻസിയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ഓൾമോസ്റ്റ് എല്ലാ ഇഫ്രൈറ്റ്സിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പോകും. എസ്പെഷ്യലി JRF കിട്ടിയ ആളുകളെ കേരളത്തിലെ 14 ജില്ലകളിലുള്ള ഇഫ്രൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവരോട് സംസാരിക്കും, ഇവരെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത സംഭവം എന്താണ്, ഏറ്റവും ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ വിലക്ക് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഇൻകൺസിസ്റ്റൻസിയാണ്. ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻസിക്ക്, ഞാൻ കൺസിസ്റ്റൻസി പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. ഇവരൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പിയർ ഗ്രൂപ്പായിരുന്നു. ഗ്രൂപ്പായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും എപ്പോഴും കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർ അപ്പം മോട്ടിവേറ്റഡ് ആവും, നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല. ഫോൺ വിളിക്കും, അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും, സൂം മീറ്റിംഗ് ഇടും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇടും. ഓക്കെ, തുടർച്ചയായിട്ട് എല്ലാ രാത്രികളിലും മെജോറിറ്റി ഒരുപാട് മണിക്കൂറുകൾ പഠിച്ച ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ ആ ഒരു ടീമുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പിയർ ഗ്രൂപ്പ് ഒരു 10-50 ആൾക്കാരെ ഗ്രൂപ്പ് ആവരുത് കേട്ടോ. 4 or 5 ഈസ് എൻ ഐഡിയൽ നമ്പർ. ഒന്ന് അങ്ങോട്ടോ ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള പിയർ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ എയ്ഫറിലെ 40 JRF ഹോൾഡേഴ്സിൽ മെജോറിറ്റി JRF ഹോൾഡേഴ്സിനോട് സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവർക്ക് JRF കിട്ടാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എയ്ഫറിൽ തന്നെ, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പിയർ ഗ്രൂപ്പാണ്. ഓക്കെ, അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിയർ ഗ്രൂപ്പാണ് അവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇഫ് പോസിബിൾ. ചില ആളുകളുണ്ടാവും ഗ്രൂപ്പ് പഠനം ഇഷ്ടമില്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാൽ എൻ്റെ തലയിൽ കയറുള്ളൂ എന്നൊക്കെ ചിന്തയുള്ള ആളുകളുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 10-15 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത്രയും കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനൊരിക്കലും നിർബന്ധമായിട്ട് കമ്പൈൻ സ്റ്റഡി എന്ന് വാശി പിടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദ മനുഷ്യന്മാർ, ഞാൻ എൻ്റെ ഡിഗ്രി PG ഒക്കെ കാര്യമായിട്ട് പഠിച്ചത് നമ്മളെ ട്രാപ്പിലെ മെസ് ഹൗസിൻ്റെ അതിൻ്റെ അപ്പുറത്തുള്ള ആ സൈഡിലെ ഗ്യാപ്പിൽ പണ്ടൊക്കെ ഞാനൊക്കെ അന്ന് ടേബിൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം അപ്പുറത്ത് ഒരു എക്സാമിൻ്റെ തലേന്നൊക്കെ ഒന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ട് കമ്പൈൻ സ്റ്റഡി എന്നുള്ള ആസ്പെക്റ്റിലായിരുന്നു. സോ ദ തിങ് ഈസ് ദാറ്റ് ഏറ്റവും കൂടുതൽ ആളുകളെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഒരു അടിപൊളി പിയർ ഗ്രൂപ്പാണ്. ഒരു അടിപൊളി പിയർ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഷുഡ് ബി സ്മോൾ. ആ ഗ്രൂപ്പ് സ്മോൾ ആയിരിക്കണം. ഇന്ന് ഓൺലൈൻ ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്. അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റയുള്ള കാലമാണ്. മോസ്റ്റ് ഓഫ് ദി കേസസ് അൺലിമിറ്റഡ് ഡാറ്റയുള്ള കാലമാണ്. തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലും സൂമിലും ഇരിക്കാൻ പറ്റുന്ന കാലമാണ്. എസ്പെഷ്യലി നിങ്ങൾ കംഫർട്ടബിൾ സ്പേസിലുള്ള ഫ്രണ്ട്സ് കൂടി ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈസിലി പോസിബിൾ. അപ്പം ആ ഒരു ആസ്പെക്റ്റ് കാര്യങ്ങൾ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഞാൻ തീർക്കാം. എന്നിട്ട് ഏകദേശം വിൽ ബി ഹാവിങ് എ സ്മോൾ എക്സാം ഓൾസോ. അതുകൊണ്ട് ഐ വിൽ ബി ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പ്. ഓൺലൈൻ എക്സാം, നത്തിങ് എൽസ്. ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാജയപ്പെടാനുള്ള റീസൺ ഇൻകൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ഒരാൾക്കും പെർഫെക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റില്ല.
ഒരാൾക്കും 24 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല, ഒരാൾക്കും എല്ലാ ദിവസവും പഠിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ്, നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ്, നെറ്റ് കിട്ടിയിട്ട് ജോലി ഇല്ലാത്ത ആളുകൾ, ബാക്കിയുള്ളൊരു ആസ്പെക്റ്റുകൾ, പുറത്തുള്ള ഫ്രസ്ട്രേഷന്, പെർമനൻറ്റ് ജോലി ഇല്ലാത്തത്, വാർത്തകൾ, ഗവൺമെൻറ് പോളിസീസ്, മറ്റു പലതും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തേക്കാം. പക്ഷേ മനസ്സിലാക്കുക, ഭാവിയിൽ നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന നെറ്റാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന JRF ആണെങ്കിലും. മൂന്നാമതായിട്ട് നിങ്ങൾ ഗൂഗിൾ കീപ്പോ ആപ്പിൾ നോട്ടോ എടുക്കുക, പറ്റാവുന്നത്ര ഇമോഷണൽ റീസൺസ് നിങ്ങൾ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. നാലാമതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല അടിപൊളി പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ദിസ് ഈസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ പറഞ്ഞൊരു സാധനം, ഓക്കെ, എത്ര മണിക്കൂറാണ് പഠിക്കുക, എത്ര കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. സ്ഥലകാല സമയ ബോധമില്ലാതെ പഠിക്കാൻ പറ്റണം, തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റണം, പഠനം ഒരു എക്സൈറ്റിംഗ് ആക്കാൻ പറ്റണം, പഠനം ഒരു കണ്ടിന്യൂസ് ആക്കാൻ പറ്റണം, എല്ലാ സമയത്തും പഠിക്കാൻ പറ്റണം, രാവിലെയോ രാത്രിയോ എല്ലാ സമയത്തും എല്ലായിടത്തും. അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്, ഡിജിറ്റലാണ്. പറ്റാവുന്നത്ര ഡിജിറ്റൽ ആവുക. ഓക്കെ, അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത ശീലമില്ലാതിരിക്കുക. ഏത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി റൂം ഉണ്ടാവുക, നട്ടിൽ നിവർത്തിയിരുന്ന് പഠിക്കുക, ടേബിളിൽ നോക്കി പഠിക്കുക. ഈഫ് പോസിബിൾ, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഈഫ് പോസിബിൾ നോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക. ഓക്കെ, നമ്മളെ എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയ അടുത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ് ഈ നോട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഈ നോട്ട് ചെയ്യുക എന്നുള്ളതിന് ഞാനൊക്കെ കോളേജിൽ പോയിരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കോളേജിൽ പോയിരുന്ന ഒറ്റ കാരണം എന്താ വെച്ചാൽ മിസ് പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ. പിന്നെ ഈ നോട്ട് നോക്കിയിട്ടാണ് പഠിപ്പ്, അല്ല കോളേജിൽ നിന്ന് പ്രത്യേകിച്ച് പഠിപ്പൊന്നുമില്ല. ക്ലാസ് പോകുന്നത് ആ മിസ് പറയുന്ന പോയിൻ്റൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ഇത് എനിക്ക് നോട്ട് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ മാഷേ എന്നൊക്കെ നിങ്ങൾ എന്നോട് കച്ചറുണ്ടാക്കാനൊക്കെ വരും. പക്ഷേ കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 2 മണിക്കൂർ വീഡിയോ ക്ലാസ് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അതൊരു 3-4 മണിക്കൂർ എടുക്കും. നിങ്ങൾ റെക്കോർഡറാണ്, പോസ്റ്റ് അടിച്ച് എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ 4 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ആ നോട്ട് എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, പഠിക്കാൻ വേറെ 2 മണിക്കൂറുടെയും മൊത്തം 6 മണിക്കൂർ ആ കണ്ടൻറ്റ് പഠിക്കാനുള്ളൊരു സമയം കിട്ടും. അതേസമയം മറ്റൊരു കുട്ടി നോട്ട് എഴുതാതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഴുതുന്നതിന് പ്രശ്നമൊന്നും കേട്ടോ. ഞാനൊക്കെ കോളേജിൽ എഴുതിയ പോലെ പറഞ്ഞ ഫുള്ള് എഴുതി വെക്കുന്ന അടുത്ത നോട്ടുള്ള ഒരു ആസ്പെക്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മറ്റൊരു കുട്ടി ഉണ്ടാവും, കുട്ടി നോട്ട് എഴുതാത്ത കുട്ടി. ഏത്? നമ്മളെ നേരത്തെ ഗുവാഹത്തിയിലുള്ള കുട്ടി അല്ലേ, ഗുവാഹത്തിയിലുള്ള കുട്ടി. ആ കുട്ടി നോട്ട് ചെയ്യുന്നത്, ആ കുട്ടി 2 മണിക്കൂർ ആ ക്ലാസ് കാണുന്നു, ആ കുട്ടിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നു, കുറച്ച് മറന്നു പോകുന്നുണ്ട്. ആ കുട്ടി അടുത്ത 2 മണിക്കൂറും കാണുന്നു. 4 മണിക്കൂർ കൊണ്ട് കുട്ടി സെയിം ക്ലാസ്സുകൾ 2 വട്ടം കേൾക്കുന്നു, റിവൈസ് ചെയ്യുന്നു. നിങ്ങൾ അപ്പോഴും ഇത് പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആ കുട്ടി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, നിങ്ങൾ അടുത്ത ടോപ്പിക്ക് നോട്ട് ചെയ്താൻ പോകുന്നു. ആരാണ് കൂടുതൽ സമയം പഠിക്കുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ നോട്ട് ചെയ്തേ പഠിക്കൂ എന്നില്ലോ എനിക്ക് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ദിസ് ഈസ് എ കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് മെൻറ്റാലിറ്റിയാണ് കമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ തോൽപ്പിച്ചാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകൾ പഠിക്കുന്നതിനേക്കാളേറെ പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദ ഓൺലി സൊല്യൂഷൻ ഈസ് യൂസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്സ്. ഓക്കെ, അവിടെയാണ് അത് എയ്ഫർ എന്നല്ല കേട്ടോ, ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും. ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾ എവിടെയാണ് ഹെൽപ്പ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ കുറേ ഉണ്ടല്ലോ, ഈ സവ്യാഭിചാര, സത്പ്രതിഭക, ഓക്കെ, സാധാരണ, അസാധാരണ, അനുപസംഹാരി, പ്രതിജ്ഞ, ഏത് ഉദാഹരണം, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നിങ്ങൾ 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു സാധനം ഒരു നല്ല ഗൈഡിന്, അല്ലെങ്കിൽ നിങ്ങളെ ക്വാളിഫൈ ചെയ്ത ഫ്രണ്ടിന്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കോച്ചിങ്ങുകൾക്ക്, ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ 2 ആഴ്ച കൊണ്ട് പഠിക്കുന്നവർക്ക് 3 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം. ഓക്കെ, ദാറ്റ്സ് നോട്ട് ദ ഓൺലി വേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് പഠിക്കാൻ പറ്റും. ഈ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ, സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ടീമായിട്ട് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, നോട്ട് എക്സാക്ട്ലി കോച്ചിങ് ഈസ് കമ്പൽസറി എന്നുള്ള ആസ്പെക്റ്റിൽ ഞാൻ പറയുന്നത്. ദ തിങ് ഈസ് ദാറ്റ് സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എടുക്കുന്ന സമയം കുറക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇഫ് യു ആർ ലേണിംഗ് ആസ് എ ടീം, ഇഫ് യു ആർ ഗെറ്റിംഗ് ഗൈഡൻസ് ഫ്രം എ ക്വാളിഫൈഡ് ടീം, ഓർ ഇഫ് യു ആർ ഗെറ്റിംഗ് ഗൈഡൻസ് ഫ്രം എ പ്ലാറ്റ്ഫോം, ബിക്കോസ് ദിസ് ഈസ് കമ്പറ്റേറ്റീവ് എക്സാം. ഓക്കെ, ദിസ് ഈസ് കമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് സ്ഥലകാല സമയബോധമില്ലാതെ എല്ലാ സമയത്തും പഠിക്കാൻ പറ്റണം, അൺവാണ്ടഡ് കണ്ടീഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റണം, മൊബൈലായിരിക്കണം, ഡിസ്ട്രാക്ട് ചെയ്യും, ഇറ്റ്സ് ഓക്കെ ടു ഡിസ്ട്രാക്ട്, എത്രയും പെട്ടെന്ന് അത് തിരിച്ചു വരിക എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. അടുത്തായിട്ട് ഞാൻ പറഞ്ഞൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ദർ ഈസ് നോ നത്തിങ് ലൈക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം UGC നെറ്റ് എക്സാമിനില്ല. വിവരമില്ലായ്മ മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്, പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ആണ്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UGC നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് UGC നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദ ഓൺലി ഷോർട്ട് കട്ട് ടു ഗെറ്റ് JRF, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ആളുകളുള്ള ഒരാളാവുക. ആൻഡ് ഫോക്കസ് ഓൺ ടഫ് ടോപ്പിക്സ്. ആളുകൾക്ക് ബോറിംഗ് ഉള്ള ടോപ്പിക്കുകൾ പഠിക്കുക, ആളുകൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. നിങ്ങളുടെ സബ്ജക്റ്റുകൾ ആളുകൾ ചെയ്യാത്തത്ര പഠിക്കുക. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിലുണ്ടാവും ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഉണ്ടാവും. ഇപ്പോൾ സൈക്കോളജിയിൽ ഇപ്പോൾ തീംസ് ആൻഡ് വേരിയേഷൻസ്, ബാരൺ, വാട്ടർ ഇറ്റ് ഈസ് ഒരു പുസ്തകം ഉണ്ടാവും. ഈ പുസ്തകം നന്നായിട്ട് പഠിച്ച് JRF കിട്ടുമെന്ന് ചോദിച്ചാൽ
ഈ പുസ്തകം നന്നായിട്ട് പഠിച്ച് JRF കിട്ടില്ല. പക്ഷേ ആ പുസ്തകം നന്നായിട്ട് പഠിക്കണം. എന്തുകൊണ്ട് JRF കിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എക്സാം എന്നല്ല, കുറേ ആൾക്കാർ ആ പുസ്തകം നന്നായിട്ട് പഠിക്കും. കുറേ ആൾക്കാർ ആ പുസ്തകം നന്നായിട്ട് പഠിക്കുമ്പോൾ പിന്നെ ഈ നന്നായിട്ട് പഠിക്കുന്നതിൽ പിന്നെ നമ്മൾ കയറണമല്ലോ. ഇപ്പം ഞാൻ സൈക്കോളജി പഠിച്ച കാലത്തുള്ള ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിർത്താം. ഞാൻ ഡിഗ്രി സൈക്കോളജി അല്ല, ഞാൻ അന്ന് PG സൈക്കോളജി ചെയ്തിട്ടില്ല. സൈക്കോളജി നേരെ രജിസ്റ്റർ ചെയ്തിട്ട് ഫസ്റ്റ് സെമ്മിലാണ് ഞാൻ പരീക്ഷ ചെയ്യുന്നത്, എനിക്ക് JRF കിട്ടുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ബേസിക്സ് ഒന്നുമില്ല. അപ്പോൾ എക്സാമിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്കറിയാം JRF കിട്ടണമെങ്കിൽ 1% ആളുകളായിരിക്കണം, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 1% ഞാനിതെന്താ കാട്ടും, എൻ്റെ കൂടെ പഠിക്കുന്ന 3 കൊല്ലം ഡിഗ്രി 2 കൊല്ലം PG ഒക്കെ പഠിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു സൈക്കോളജിയിൽ എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് കോൺസെപ്റ്റ് ഒന്നും അറിയില്ല, ഒരു കാര്യം ചെയ്യാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ട്, ഒരു 550 പേജില്ലേ. നിങ്ങൾക്ക് ആ ഡിക്ഷണറി അങ്ങ് പഠിച്ചാലോ എന്നാണ് തോന്നി. ഞാൻ ആ ഡിക്ഷണറിയാണ് പഠിച്ചു. ഓക്കെ, ഏകദേശം ഡിക്ഷണറിയാണ് പഠിച്ചു, ഏകദേശം ആ ഡിക്ഷണറി. കാരണം എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഇന്ത്യയിൽ 1% താഴെ ആളുകൾ മാത്രമേ ആ ഡിക്ഷണറി ആ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ മാത്രമാണോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ, പഠിച്ചവൻ്റെ അടുത്ത് എത്തിയിട്ടും ചോദിച്ചു നോക്കണം എത്ര ആൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ ദ തിങ് ഈസ് ദാറ്റ് അവിടെ ഞാൻ ഉറപ്പ് വരുത്തിയത് ആ ഒരു സംഭവം ഞാൻ മാത്രം 1% ഒരാൾ ഞാനായിരിക്കും. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി. ഡിക്ഷണറി നിങ്ങൾ സൈക്കോളജിക്കാർ പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ക്വാളിഫൈ ചെയ്ത് ഏകദേശം 5 കൊല്ലമായി, പാറ്റേൺ മാറിയിട്ടുണ്ട്, സംഭവം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്ത ആളുകളുടെ ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കാം കേട്ടോ സൈക്കോളജിക്കാരുണ്ടെങ്കിൽ. ഞാൻ അന്ന് 5 കൊല്ലം മുമ്പ് എടുത്തൊരു സ്ട്രാറ്റജി മെ നോട്ട് ബി റെലവൻറ്റ് ടുഡേ. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ കോൺസെപ്റ്റ് പറഞ്ഞത്. ആരും ചെയ്യാത്ത കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും ടഫ് ടോപ്പിക്സ് ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ സൈക്കോളജി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അന്നൊക്കെ 2 പേപ്പറുള്ള ടൈമാണ്. അപ്പോൾ ഈ അവസാനത്തെ 5 ക്വസ്റ്റ്യൻ എത്തുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ പറയും, അനീസെ ആ ക്വസ്റ്റ്യൻ നോക്കണ്ട, ആ ക്വസ്റ്റ്യൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയാണ്, അത് ഇന്ത്യയിൽ ആരും പഠിക്കാത്ത ക്വസ്റ്റ്യനാണ്, അത് ആരും നോക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവർ ഈ ക്വസ്റ്റ്യനാണ് ഒഴിവാക്കും. എൻ്റെ കൂടെ പഠിച്ചതൊക്കെ ഡൽഹിയിലെ ജാമിയ, പല ഫേമസ് സ്ഥലങ്ങൾ പഠിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകൾ തന്നെയാണ്. ഇവരൊക്കെ പറയും അത് പഠിക്കേണ്ട അനീസ്, അത് ഇന്ത്യയിൽ ആരും പഠിക്കാറില്ല. അപ്പോഴാണ് എനിക്ക് സ്പാർക്ക് എത്തിയത്, ഇതാണ് എന്നെ ജയിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ എന്നുള്ളത്. ഓക്കെ, കാരണം ഇന്ത്യയിൽ ആരും പഠിപ്പിക്കുന്നത് മെജോറിറ്റി പഠിക്കുന്നുണ്ടാവില്ല. അവർ ഇന്ത്യയിലൊക്കെ പഠിച്ച ആളുകളാണ്, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ് പഠിക്കാത്ത ടോപ്പിക്കാണ്, ആരും പഠിക്കാത്ത അഭിപ്രായം നിൽക്കില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ സൈക്കോളജിയിൽ ഏറ്റവും പഠിക്കാൻ പോകുന്നത് അപ്ലൈഡ് സ്റ്റാറ്റിക് റിസർച്ച് മെത്തഡോളജിയാണ്. ഓക്കെ, ദ ഓൺലി റീസൺ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഐ ഫെൽ ഇൻ ലവ് വിത്ത് സ്റ്റാറ്റി ഈവൻ ബിഫോർ ഐ ഡോണ്ട് നോ വാട്ട് സ്റ്റാറ്റി ഈസ് ഓൾ അബൌട്ട്. ദ ഓൺലി റീസൺ വാസ് എവറിബഡി എൽസ് വാസ് ഹേറ്റിംഗ് സ്റ്റാറ്റി നീഡഡ് മീ, അല്ലേ? സോ അത്രയായിരുന്നു റീസൺ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ടഫ് ടോപ്പിക്കാണ്, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഇഷ്ടപ്പെടാത്ത ടോപ്പിക്കാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് റിസർച്ച് മെത്തഡോളജിയും അപ്ലൈഡ് സ്റ്റാറ്റിയും അപ്ലൈഡ് റിസർച്ച്, നോർമൽ റിസർച്ച് അല്ല, എനിക്കിഷ്ടമായത്. അതിൽ 10 ക്വസ്റ്റ്യൻ അന്നൊന്നും ആരും പഠിക്കാത്തതാണ്, ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചു. 8 ക്വസ്റ്റ്യൻ കിട്ടി. JRF കട്ട് ഓഫിനേക്കാളേറെ 3 മാർക്ക് എനിക്ക് അധികമായിരുന്നു. ഓക്കെ, പിന്നെ ഐഫർ അപ്ലൈഡ് സ്റ്റാറ്റിക് റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോമായി മാറി. ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതൊരു കോമൺ സബ്ജക്റ്റായി മാറി. ഒരു 5-6 കൊല്ലം മുമ്പ് എഴുതിയ ആളുകളോട് ചോദിച്ചു നോക്കുക, ഓൾമോസ്റ്റ് എല്ലാം നെഗ്ലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ 2 എക്സാമ്പിൾ ഒരിക്കലും അങ്ങനെ കോപ്പി അടിക്കരുത്. ഒരു കാര്യം കോപ്പി അടിക്കാം, നിങ്ങളെ പേപ്പർ ടു ഏതായിക്കൊള്ളട്ടെ, അത് സോഷ്യോളജി ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, അറബിക് ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, നിങ്ങൾ പറഞ്ഞ ഏത് സബ്ജക്റ്റും ആവട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റിലൊക്കെ കുറച്ച് ബോറിംഗ് ടോപ്പിക്സ് ഉണ്ടാവും. നോർമലി കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക് ഉണ്ടാവും, കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക് ആദ്യം പഠിക്കുക. ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് ടോപ്പിക്. ഇറ്റ്സ് ഗോയിങ് ടു ഗിവ് യു JRF. ഞാൻ പറഞ്ഞല്ലോ 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ എനിക്ക് നെറ്റുണ്ട്. ദ മേജർ റീസൺ ഈസ് പേപ്പർ 1-ൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്സ് ആണ്, ഒന്ന് ഡാറ്റയാണ്, ഒന്ന് ലോജിക്കൽ റീസണിംഗ് ആണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 3 ടോപ്പിക്കാണ്. അത്ര ഞാൻ പറയും, എനിക്ക് ഇത്ര നെറ്റ് കിട്ടാൻ ഒരേ ഒരു കാരണം, ഓൺലി മലയാളി ടു ഗെറ്റ് 8 നെറ്റ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് പേപ്പർ 1-ലെ ഈ 3 ടോപ്പിക്കാണ്. അതാണ് മെജോറിറ്റി ഓഫ് ദ കുട്ടികൾക്ക് ഏറ്റവും ടഫ്. സോ ലവ് ദ ബോറിംഗ് ടോപ്പിക്സ്, ലവ് ദ ടഫ് ടോപ്പിക്സ്. റിമെമ്പർ, നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ് ഓർ ദർ ആർ നോ ടഫ് ടോപ്പിക്സ്. ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി, റെഡ് ബോറിംഗ്ലി, റിട്ടൺ ബോറിംഗ്ലി. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഓക്കെ, ടോട്ട് ഇൻ എ ടഫ് മാനർ ഓർ റിട്ടൺ ഇൻ എ ടഫ് മാനർ, ലേൺഡ് ഇൻ എ ടഫ് മാനർ. ഓക്കെ, എന്നുള്ളത് വീണ്ടും ശ്രദ്ധിക്കുക. ടഫ് ടോപ്പിക്കുകളോട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതിയിട്ട് ടഫ് ടോപ്പിക്കുകൾ ഈസി ആവില്ല കേട്ടോ. നമ്മുടെ അടുത്ത പ്രശ്നം എന്താ, ഞാൻ ഇന്നാലും ടഫ് ടോപ്പിക്ക് ടഫ് തന്നെയായിരിക്കും, പക്ഷേ ടഫ് ടോപ്പിക്ക് ചെയ്യാനുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകും.
നമ്മൾ പറയല്ലോ നിങ്ങൾ മുമ്പ് ഒരു കഥ കേട്ടിട്ടുണ്ടാവല്ലോ, ഒരു അനിയനെ വെയിറ്റ് പുറത്ത് താക്കും, നല്ല വെയിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സാധാരണ താങ്ങാത്തൊരു വെയിറ്റ് ആണല്ലോ, എങ്ങനെയാണ് അനിയനെ പുറത്തിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ അനിയത്തി എത്ര വെയിറ്റ് ഇവിടുന്ന് താങ്ങുന്നത് ചോദിക്കുമ്പോൾ ഇത് വെയിറ്റ് അല്ല ഞാൻ താങ്ങുന്നത്, എൻ്റെ അനിയനാണെന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ. ആ ഇഷ്ടം നിങ്ങളെ ടഫ് ടോപ്പിക്ക് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിക്കും. അല്ലാതെ ടഫ് ടോപ്പിക്ക് ഒരിക്കലും ഈസി ആവില്ല കേട്ടോ. Okay, never expect tough topic will be easy. You will be grown enough to learn tough topics. You will become more powerful. You will become more courageous. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നോബഡി ക്യാൻ മേക്ക് ഇറ്റ്. അപ്പോൾ അത് പിന്നെ അത് വളരുമ്പോൾ ചില ആളുകൾ അത് സിമ്പിളായിട്ടൊക്കെ പറയും, ഇത് ഈസി ആയിട്ടുണ്ട് എന്നൊക്കെ പറയും, എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയും. ശരിക്കും ഈസി ആയതല്ല, അവർ വളർന്ന് വലുതായതാണ്. ഓക്കെ, അവർ വളർന്ന് വലുതായതാണ്, അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ബേസിക്കായിട്ട് UGC നെറ്റ് എക്സാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ബേസിക് എന്ന് പറഞ്ഞാൽ പേപ്പർ 1 ഇതാണ്, പേപ്പർ 2 ഇതാണ് പഠിക്കേണ്ടത്, അതാണ് പഠിക്കേണ്ടതെന്നുള്ള. ഇനി എവിടെ നിന്നാണ് ഇപ്പം കുറച്ചൊക്കെ ഏകദേശം ഐഡിയ കിട്ടി, ഇന്നൊട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ സിലബസ് വായിക്കുക. സിലബസ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ www.eifer.in വെബ്സൈറ്റിൽ കയറിയാലും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിലബസ് ഒന്ന് വായിച്ചു വെക്കാം. സിലബസ് ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ അറിയുന്നുണ്ടാവും, എന്തൊക്കെയോ അറിയാത്തുണ്ടാവും. ചിലപ്പോൾ ഒന്നും അറിയില്ലാന്ന് തോന്നും. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് വായിക്കുന്ന സമയത്ത് അത് ഓക്കെ ആവും. ആദ്യം സിലബസ് വായിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, സിലബസ് വായിച്ച് കഴിഞ്ഞിട്ട് നേരെ പഠിക്കാൻ തുടങ്ങരുത്. ഒരു പേപ്പർ 1 ആണെങ്കിൽ ഒരു 4-5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. പേപ്പർ 2 ആണെങ്കിൽ ഒരു 3-4. ഈ 4-5, 3-4 വല്ല പ്രത്യേകമൊന്നുമില്ല കേട്ടോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി കുറച്ചുള്ളൂ. അതിന് എത്രയും ഈ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഒന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ 1 ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ 2 ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടി നിർത്തിയാലെന്നൊക്കെ തോന്നും. ഓക്കെ, ഞാൻ കാരണം നമ്മൾ PG കുറച്ച് പഠിപ്പിച്ചൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പഠിപ്പിച്ചാവുക എന്നുള്ളതൊരു തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വാളിറ്റി. അപ്പം ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ മൊമെൻറ്റിലാണ് നിങ്ങൾക്ക് സിലബസ് മനസ്സിലാവുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് മനസ്സിലാവുക. ദെൻ മൂവ് ഓൺ വിത്ത് ലേണിംഗ് ദ ടോപ്പിക്സ്. ഓക്കെ, എന്നിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഇന്ന് സിലബസ് വായിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല, എയ്ഫറേറ്റ്സിനെ കൊടുത്തിട്ടുള്ളൂ. ബട്ട് കഴിഞ്ഞ എക്സാം വരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 1 സൈക്കോളജി, എക്കണോമിക്സ്, അറബിക്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളുടേതും ഫ്രീ ആയിട്ട് eifer.in വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് നോട്ട് പബ്ലിക്ലി അവൈലബിൾ. പബ്ലിക്ലി അവൈലബിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഒഫീഷ്യലി UGC ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കാറില്ല, പബ്ലിക്കായിട്ട് UGC ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കാറില്ല. ഒരു പിന്നെ eiferൻ്റെ കൂടെ കിട്ടുന്ന വെച്ചാൽ ഒന്നുമില്ല കേട്ടോ. ആൻസർക്ക് വെരിഫിക്കേഷൻ്റെ 2-3 ദിവസത്തെ സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു ഇതിലുണ്ടാവും, ഒരു പ്രത്യേക ഫോർമാറ്റിൽ. ആ സമയത്തിൽ സേവ് ചെയ്തിട്ട് വെച്ച് നോക്കി ടൈപ്പ് ചെയ്തിട്ട് കയറ്റിയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. UGC ആയിട്ട് പ്രത്യേക ലിങ്കൊന്നുമില്ല. ഓക്കെ, നോർമലി അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ പോവുകയും ചെയ്യും. അപ്പം eifer.in വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതുപോലെ തന്നെ eiferൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ, കാര്യങ്ങൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ബുക്കുകൾ, ഫ്രീ ആയിട്ട് ഒരുപാട് സെഷൻസ്, കാര്യങ്ങൾ, സംഭവങ്ങളുണ്ട്. കൂടുതൽ eifer എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് സെഷൻസ്, കാര്യങ്ങൾ കാണാൻ പറ്റും. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഇത്രയാണ് ഇനീഷ്യലി പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് ലൈഫിൽ. ഇപ്പം കുറച്ച് ടഫായിട്ട് ഹാപ്പി ആക്കിയിട്ട് ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ഈസി ആവുക, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ നല്ല ടഫ് ആവുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും ഈസി ആവുക, ഫ്യൂച്ചറിലും ഈസി ആവുക, അങ്ങനെയുള്ളൊരു പരിപാടിയില്ല. അപ്പം നന്നായിട്ട് പഠിച്ചാൽ കിട്ടും. ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പരിചയത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഒരുപാട് ആളുകൾ കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ മൊത്തം കിട്ടുന്ന ആളുകളുണ്ട്. പോസിബിളാണ്, നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റെഗുലറായിട്ടൊന്നും പഠിക്കാത്ത ആളാണ്, PG എന്നിട്ട് പഠിച്ചിട്ടുണ്ട്. 2-2.5 മാസങ്ങളെന്ന് പറയുന്നത് വെൽ ആൻഡ് ഗുഡ് ടൈമാണ്. ഡിസംബറിനാണ് എക്സാം വരിക. മോസ്റ്റ് പ്രോബ്ലി ഒരു 10 to 20 ഇടയിലാണ് പ്രതീക്ഷിക്കുന്നത്, അറിയില്ല. ക്രിസ്മസ് പൂട്ടിന് മുമ്പ് തീർക്കുമെന്നാണ് കരുതുന്നത്. ആ എക്സാമിന് ഏകദേശം നമുക്ക് ഇനി ഒരു 2.5 മാസമാണുള്ളത്, 2.5 to 3 മാസം. ഓക്കെ, 2.5 to 3 മാസമാണുള്ളത്. ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ക്വാളിഫൈ ചെയ്യാം, PG ഫസ്റ്റ് ഇയറിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, PG സെക്കൻഡ് ഇയറിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഒരുപാട് eiferates. ഓക്കെ, ഷഹനാസ് ഷെറീനാണെങ്കിലും ഷവീലാണെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. ഇപ്രാവശ്യം PG പഠിച്ചുകൊണ്ടിരിക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. അവരെ നിങ്ങൾ നോക്കിയാൽ മതി. 10 റിപ്പീറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് കിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കിട്ടിയ ആളുകളുണ്ട്, അമ്മമാരായി കിട്ടിയ ആളുകളുണ്ട്, ജോലി ചെയ്ത് കിട്ടിയ. പക്ഷേ PG ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ eiferൽ ഇപ്രാവശ്യം PG ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ആളുകളാണ്, അല്ലെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ JRF കിട്ടിയ ആളുകളുണ്ട്. ഇറ്റ്സ് പോസിബിൾ.
എൻ്റെ എല്ലാ 8 PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബാക്കിയുള്ളവരുണ്ട്, ബാക്കിയുള്ളൊരു ആസ്പെക്റ്റിലും ഉണ്ട്. അപ്പോൾ അത് പോസിബിളാണ്. ഇപ്പം പഠിക്കുക, ഇന്ന് തൊട്ടിട്ട് പഠിക്കുക, മെറ്റീരിയൽ സംഭവങ്ങൾ കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് കാര്യങ്ങൾ സംഭവങ്ങൾ നിങ്ങൾ ചെയ്യുക. ഡിസംബർ എക്സാമിന് നന്നായിട്ട് പഠിക്കുക, ഡിസംബറിൽ പരീക്ഷ എഴുതുക. ഇടയ്ക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒറ്റ മെത്തേഡ് പറഞ്ഞിട്ട് നിർത്തുക. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഓക്കെ എന്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, ഡിസംബറിലൊരു റിസൾട്ടൊക്കെ വരുന്നു. ആ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അതിൻ്റെ ഒരു പോസ്റ്റർ, അതിന് നല്ലൊരു ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നിങ്ങളെ ഗാലറിയിലെവിടെയെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഐഫറൈറ്റ്സിൻ്റെ ഒരുമാതിരി ഫോട്ടോ ഒക്കെ ആയിരിക്കും കിട്ടുക അല്ലേ. ഒരു നല്ല പോസ്റ്റർ പോലെ ഫോട്ടോ ഒന്നും ആദ്യം എടുത്ത് വെക്കുക, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ എടുത്ത് വെച്ചിട്ട് വെച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണോ അവിടെ കൊടുക്കാൻ, കോളേജ് ഗ്രൂപ്പോ പ്ലാറ്റ്ഫോമിനോ ഐഫറിനോ ആർക്കാണെങ്കിലും നോ ഇഷ്യൂസ്. നല്ലൊരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇതേപോലെ നിങ്ങളുടെ ജൂനിയേഴ്സിന് വന്നിട്ട് ഇങ്ങനെ കത്തിയടിച്ചിട്ട് ഓരോരോ ഡയലോഗ് അടിക്കുന്നത് ഓക്കെ, അതിങ്ങനെ നിങ്ങളുടെ ജൂനിയേഴ്സ് വളരെ ഉത്സാഹകുതിരരായിട്ടല്ലേ ഇങ്ങനെ നോക്കിയിട്ട് ഓൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷനൊക്കെ ആവുന്ന അല്ലെങ്കിൽ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ് എടുക്കുന്നതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണുക. വിൽ ഗീവ് യു കൺസിസ്റ്റൻസി. ഓക്കെ, വിൽ ഗീവ് ഇൻ ദ എൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് എഫേർട്ട് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. നത്തിങ് മോർ നത്തിങ് ലെസ്. കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും ജയിച്ചിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. 1% ആളുകൾ മാത്രമേ ജയിക്കുള്ളൂ. ദൈവമേ ഏറ്റവും നന്നായി പഠിക്കുന്ന 1% ആളുകൾ ജയിക്കട്ടെ. ദൈവമേ ഏറ്റവും നന്നായി പഠിക്കുന്ന പരിശ്രമിക്കുന്ന 6% ആളുകൾക്ക് ഓക്കെ നെറ്റ് കിട്ടട്ടെ. നിങ്ങളെല്ലാവരും പഠിച്ചാൽ മൊത്തം ഇന്ത്യയിൽ നിങ്ങളൊരു ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. മൊത്തം ഇന്ത്യയിലാണ്, ഇവിടുത്തെ 1% അല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ ഒരാളാവുക. കീപ്പ് ഇൻ ടച്ച് ഇഫ് യു നീഡ് എനി ഗൈഡൻസ് ഓർ എനിത്തിങ് എൽസ്. അത്രയാണുള്ളത്. എല്ലാവരോടും സന്തോഷം, സ്നേഹം, പ്രാർത്ഥനകൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വിൽ ബി ഹാവിങ് എ സ്മോൾ എക്സാം. ജാവിദ് വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഇതുവരെ പറഞ്ഞതിലോ ചോദിച്ചതിലോ ക്ലാരിറ്റി സംഭവങ്ങളിലോ തുടങ്ങേണ്ടതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടി, JRF കിട്ടിയവർക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടി, നമ്മളൊക്കെ ഭയങ്കര വിവരമല്ല, പണ്ട് തൊട്ടേയുള്ള ഭയങ്കര പഠിപ്പിച്ചുകളായിരിക്കും, നമ്മൾ കുറച്ച് ലോവർ ലെവലിലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇപ്രാവശ്യം JRF കിട്ടിയ ഒരു ഐഫറേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിങ്ങനെ കുറേ ഡയലോഗ് അടിക്കും, ബാക്കിയുള്ള ടീച്ചർമാർ കുറേ ഡയലോഗ് അടിക്കും. ഇന്നലെ വരെ ഞാനത് പഠിച്ചു. അപ്പം ഞാൻ പഠിക്കുന്ന ഏതോ കുട്ടിയായിരുന്നു, എൻ്റെ പഠിക്കുന്ന ഏതോ ഒരു മെത്തേഡായിരുന്നു. ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പഠിച്ചതൊക്കെ സ്ട്രാറ്റജിയായി മാറി. അതിപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് ജയിച്ചാൽ ഇതൊക്കെ സ്ട്രാറ്റജിയാണ്, ഇത് ജയിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ഓക്കെ, ആ ഒറ്റ ഒരു റിസൾട്ടിൻ്റെ ദിവസമാണ് നിങ്ങളെന്ന സ്ട്രാറ്റജിയും ഞാനെന്ന സ്ട്രാറ്റജിയുള്ള ഡിഫറൻസ്. അല്ലാതെ ഞാൻ ആദ്യം തൊട്ടേ ഫുൾ അടിപൊളിയായിട്ട് ചെയ്ത മനുഷ്യനായിട്ടൊന്നുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് പോകുമ്പോൾ ഒക്കെ അടിപൊളിയായി മാറും. ഓക്കെ, ഒക്കെ അടിപൊളിയായിട്ട് മാറും. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് എ റിസൾട്ട്. ഓൾ യുവർ എഫേർട്സ്, ഓൾ യുവർ പ്രിപ്പറേഷൻസ് ഈസ് ഗോയിങ് ടു ബി സ്ട്രാറ്റജീസ്. ഓക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനി ക്വസ്റ്റ്യൻസ്? എനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഡൗട്ട്സും ഇല്ല. ഒന്നേ നിങ്ങൾ നല്ല വിവരമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് എടുത്ത മാഷ് അടിപൊളി മാഷാണ്, അല്ലെങ്കിൽ രണ്ടുമാണ്. നമുക്ക് രണ്ടും എന്ന് പറയാം അല്ലേ, അതാണല്ലോ ഒരു മ്യൂച്വലിസം, അതാണല്ലോ നല്ലത്. ഇറ്റ്സ് ജസ്റ്റ് ഒരു ബിഗിനിങ്, ഒരു ത്രെഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ ഇത് തരാൻ കാരണം എല്ലാ കാലത്തും ബീങ് എ ടീച്ചർ, കഴിഞ്ഞൊരു 15 കൊല്ലമായിട്ട് ടീച്ചറാണ്. എല്ലാ കാലത്തും ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, ഞാനൊരു സ്റ്റുഡൻ്റ് ആയ സമയത്ത് എൻ്റെ ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്വപ്നത്തിൽ നിന്നുള്ള ടീച്ചറാവാനുള്ള ശ്രമമാണ്. എല്ലാ കാലത്തും അങ്ങനെ ആയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞ സമയത്ത് ഓക്കെ എന്നോട് യൂട്യൂബ് നോക്കി കുറേ ഡിസ്ട്രാക്റ്റ് ആയ ഗിൽട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു തരുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജയിച്ചതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്മാർ പഠിക്കുക എന്നുള്ളതും, എല്ലാവർക്കും ഒരേ ദിവസം പഠിക്കാൻ പറ്റില്ല എന്നുള്ളതും, ഓക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതും, ഈ കൺസിസ്റ്റൻസി ആണ് എന്നുള്ളതും, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതും, ബോറിംഗ് ടോപ്പിക്കാണ്, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് കിട്ടിയതാണ്. മെജോറിറ്റി, എല്ലാം അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, മെജോറിറ്റി ഇതിൽ എററായതൊന്നും മീറ്റിങ്ങിൽ പറയില്ല എന്നേ ഉള്ളൂ അല്ലേ. സക്സസ് ആയത് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഒറ്റ ഡിക്ഷണറി പഠിച്ച് മാത്രമേ ഇവിടെ പറയുള്ളൂ. പക്ഷെ അതിനേക്കാളേറെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് മെത്തേഡ് വേറെ ഉണ്ട്, അതിവിടെ പറയുന്നതിൽ പ്രസക്തി ഇല്ല. ഓക്കെ എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോർമൽ ഓറിയൻറ്റേഷനിൽ പോലെ പേപ്പർ 1 ഇതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ കോഴ്സുകൾ, ഇതിലിതാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി സമയമുണ്ടെങ്കിൽ DSCO കോർഡിനേറ്റ് ചെയ്തിട്ട് ടോപ്പിക് കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് വിൽ ബി പ്ലാനിങ് സംതിങ് ഫ്യൂച്ചർ ഇഫ് പോസിബിൾ. കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് പോകുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല.
ഞാൻ പേപ്പർ 1 10 ടോപ്പിക് എടുക്കുന്ന ഒരു മനുഷ്യനാണ് ആദ്യമൊക്കെ എടുക്കാറുണ്ടായത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ടഫായിട്ടുള്ള മാത്സും ഡാറ്റയും ലോജിക്കലും എൻവയോൺമെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ പോലെയുള്ള ടോപ്പിക്കുകളാണ് ഇപ്പോൾ മേജറായിട്ട് കവർ ചെയ്യുന്നത്. അതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഇതിനേക്കാളേറെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. സം അതർ ടൈം വിൽ ബി ട്രൈങ് ടു cover it, okay, or some other ways. ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ വി ഹാവ് ജാവിദ് പ്ലീസ് കം. നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. ഓക്കെ, ഒരു നമ്മുടെ ഐഫോ ലേണിംഗ് ആപ്പ് എന്നുള്ള ഒരു ആപ്പിലാണ്. ജസ്റ്റ് മിനിറ്റ് കൊടുക്കുന്നില്ലേ? ഈ ക്യാമ്പസിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റേഞ്ച് ഇല്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. നിങ്ങൾ ഇന്ന് വൈകിട്ടൊരു സമയം വരെ കൊടുക്കാം. ഓക്കെ, ഇന്നൊരു രാത്രി 10 മണി വരെയുള്ള ഒരു സമയം പ്രൊവൈഡ് ചെയ്യാം. റേഞ്ച് ഇല്ലാതെ പിന്നെ മൊബൈൽ ഫോൺ ഉണ്ടെന്താ കാര്യം? പിന്നെ നമ്മളൊരു ആശ്വാസത്തിന് കുറച്ചൊരു സ്ട്രെസ് കുറയും അല്ലേ, കുറച്ചൊരു പ്രഷർ ടെൻഷൻ കുറയും. മൊബൈൽ കയ്യിലുണ്ടല്ലോ, റേഞ്ച് നമ്മുടെ കയ്യിലുള്ള സാധനമല്ലല്ലോ എന്ന് ആശ്വസിച്ചിട്ടില്ല. ഓക്കെ, സോ അപൂർവം കോളേജുകളിൽ ഇപ്പം കുറേയൊക്കെ കുറവാണ്. ഇപ്പോഴും മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കോളേജുകളൊക്കെ ഉണ്ട്. ഞാനവിടെ മാനേജറിനെ കാണുകയാണെങ്കിൽ പറയും ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അധികം വൈകാതെ നിങ്ങൾ എന്നത് അനുവദിക്കും. ഇറ്റ്സ് ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി കമ്പൽസറി. ഇതൊരു മാറ്റർ ഓഫ് ടൈമാണ്. ഈ റേഞ്ച് ഇല്ല എന്നുള്ളതൊരു മാറ്റർ ഓഫ് ടൈമാണ് അല്ലേ, മാറ്റർ ഓഫ് ടൈമാണ്. അധികം വൈകാതെ തന്നെ യൂണിവേഴ്സിറ്റിയിലും എല്ലാ ക്യാമ്പസിലും വൈഫൈയും നെറ്റൊക്കെ വരും. ഇറ്റ്സ് എ നെസസറി തിങ് എന്നുള്ളതാണ്. സോ എക്സാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ UGC നെറ്റ് എക്സാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സ്കില്ല് നമ്മളെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ല് ഉണ്ടാക്കുന്ന സമയത്തുള്ള പ്രശ്നം കുറേ വിവരം, കുറേ ഫാക്ച്വൽ നോളേജ് എന്നുള്ളതുകൊണ്ട് വലിയ കാര്യമില്ല. ഇന്ന് നമുക്ക് അധികം ആളുകളുടെ മൊബൈൽ ഫോൺ നമ്പറൊന്നും ബൈഹാർട്ട് ചെയ്യാൻ അറിയുണ്ടാവില്ല. അത് അറിയണമെന്നൊരു ആവശ്യമില്ല കേട്ടോ. ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ബൈഹാർട്ട് ചെയ്തിട്ട് വെറുതെ സംഭവം ആവരുത്. വെറുതെ ഗൂഗിളിനോട് അടിച്ചാൽ ചോദിച്ചാൽ കിട്ടുന്ന സംഭവം പഠിച്ച് വെച്ചിട്ട് സംഭവം ആവരുത്. പരീക്ഷ ഇപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിലൊന്നും കാര്യം ഉണ്ടാവില്ല. ഗൂഗിളിനോട് ചോദിക്കുക, ChatGPT ചോദിക്കുക. ഗൂഗിളൊക്കെ പരീക്ഷകളിൽ അവൈലബിൾ ആവും കുറച്ചുകൂടി കഴിയുമ്പോൾ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ബാക്കിയുള്ള പല ആസ്പെക്റ്റുകളാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺലൈൻ എക്സാം റൈറ്റിംഗ് സ്കിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റഡിയിങ് ഈസ് എ science and writing exam is an art. To qualify an exam you should be a scientific artist എന്ന് പറയാറുണ്ട്. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പം ട്രയൽ ആൻഡ് എറർ, കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, പഠിക്കുന്ന കോണ്ടൻറ്റ് ആസ്പെക്റ്റാണ്. ആർട്ട് എന്ന് പറഞ്ഞൊരു സ്കില്ലാണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സ്കില്ല് ഈസ് എ സ്കിൽ ലൈക്ക് എ ഡ്രൈവിംഗ്. അതെങ്ങനെ അത് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ അത് വിവരമല്ല, അത് കേവലം വിവരമല്ല. അപ്പോൾ ഞാൻ പറയട്ടെ, 3 ടോപ്പിക്കുകളിൽ ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയാം അതിനേക്കാളൊരു കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ കുറേ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, കുറേ PSC ചെയ്തിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, സിവിൽ സർവീസ് ചെയ്തിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, SSC ചെയ്തിട്ടുണ്ട്, കുറേ തോറ്റിട്ടുണ്ട്. ത്രൂ ഔട്ട് കേരളത്തിൽ ഞാൻ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി സീസോൺ, ഇൻ്റർസോൺ കുറേ തോറ്റിട്ടുണ്ട്, കുറച്ച് ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റിവർ ബൈറ്റ്സ് കുറേ തോറ്റിട്ടുണ്ട്, കുറച്ച് ജയിച്ചിട്ടുണ്ട്. കുറേ പരീക്ഷകൾ എഴുതി ഉണ്ടാവുന്ന ഒരു സ്കില്ലുണ്ട്, പരീക്ഷ എഴുതുക സ്കില്ല് എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ സ്കില്ല് അതാണ്. ഇത് കുറേ എഴുതി എങ്ങനെ ഉണ്ടാവുക അറിയോ? കുറേ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പോലെ ഡ്രൈവിങ്ങിൽ എങ്ങനെ ഉണ്ടാവുക? ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ചില പാലം ബ്രിഡ്ജൊക്കെ എത്തുമ്പോൾ നമുക്കൊന്ന് തോന്നും അല്ലേ, ആ ബ്രിഡ്ജിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഒരു ലോറിയും കൂടി വരുന്നുണ്ടാവും, അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഈ ലോറിയും ഇപ്പുറത്തുനിന്ന് ഇപ്പോൾ ഈ കാറും, ഇത് രണ്ടിനും കൂടിയുള്ള സ്ഥലം ഉണ്ട് ആ ബ്രിഡ്ജിൽ എന്നൊക്കെ തോന്നും. പണ്ടത്തെ ചില ബ്രിഡ്ജൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ പോകും. ഒരു ഐഡിയ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് വെച്ചിട്ട് ഇപ്പം എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു തോന്നലാണ് അല്ലേ, ഒരു തോന്നലാണ്. കുറച്ച് രാത്രിയുടെയൊക്കെ ആണെങ്കിൽ അവിടെ റോഡ് ഉണ്ടാവും, ഒരു തോന്നലാണ് ഇവിടെ എഡ്ജ് ഉണ്ടാവില്ല, ഒരു തോന്നലാണ് ആ സ്പീഡിൽ പോയാൽ അതിന് മുമ്പ് ബ്രേക്ക് കിട്ടും, ഒരു തോന്നലാണ് ഇതിന് തട്ടൂല അല്ലേ. ഒരു 98% ശരിയാവും, 100% ശരിയൊന്നും ആവില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, പിന്നെ എല്ലാം ഒരു തോന്നലാണ്. പിന്നെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലി അങ്ങനെയൊക്കെ പറയായിരിക്കും, പക്ഷേ ഒരു തോന്നലാണ്. അതേപോലെ നിങ്ങൾ കുറേ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്തുണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം C ആവില്ല എന്നൊക്കെ തോന്നും. സത്യം പറയാം, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ കുറേ ശരിയായിട്ടുണ്ട്, കുറേ തെറ്റുമായിട്ടുണ്ട്. മേ ബി ഞാൻ കുറേ സിവിൽ സർവീസിന് പഠിച്ചിട്ടുണ്ട്, PSCക്ക് പഠിച്ചിട്ടുണ്ട്, സീസോണിന് പഠിച്ചിട്ടുണ്ട്, ഇൻ്റർസോണിന് പഠിച്ചിട്ടുണ്ട്. സിവിൽ സർവീസിനൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് നെറ്റുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ
ഒന്ന് കൊമേഴ്സാണ്, ഒന്ന് സൈക്കോളജിയാണ്. സൈക്കോളജി ഞാൻ എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ ഒന്ന് കൊമേഴ്സാണ്, ഒന്ന് മാനേജ്മെൻ്റ് ആണ്, ഒന്ന് എക്കണോമിക്സ് ആണ്, പിന്നെ ഏതാ ഒന്ന് എഡ്യൂക്കേഷനാണ്. പിന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ കുറേ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഞാൻ ടൂറ് നല്ല ഇഷ്ടമുള്ള ആളാണ്, ട്രിപ്പ് നല്ല ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഒന്ന് അതുകൊണ്ട് ടൂറിസമാണ്. ഞാൻ കുറച്ച് റിലീജിയസ് പഠനങ്ങൾ ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് കുറച്ച് അതിൽ പഠിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയനാണ്. അപ്പോൾ കുറേ ഞാൻ ഏതൊക്കെ രീതിയിൽ പല രീതിയിൽ പഠിച്ച സംഭവങ്ങളാണ്. ആ സംഭവങ്ങളും ഈ സ്കില്ലും കൂടി വരുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഒരുപാട് ഇറങ്ങുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കുറേ ഓരോ എക്സാം ആണോ ഇതിൻ്റെ ഉത്തരം ഇതൊക്കെ ആയിരിക്കും, അതിൻ്റെ ഉത്തരം ഇതൊക്കെ ആയിരിക്കും. അതൊരു തോന്നലാണ്. ഏത് തോന്നൽ പോലെ ഈ പാലത്തുകൂടി ഈ കാറ് പോവും എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു സ്കില്ലാണ് ഒബ്ജക്റ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാം അങ്ങനെയാണ് എന്നുള്ളതോ എവിടുന്നോ ഏതോ ബ്രസീലിയൻ നോവൽകാരൻ സ്വപ്നത്തിൽ വന്നിട്ട് കഥ പറഞ്ഞെടുത്തിട്ട് നോവൽ എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. മുമ്പെന്തോ പഠിച്ച സാധനങ്ങൾ വരുന്നതായിരിക്കാം. ബട്ട് ദാറ്റ് വാസ് പോസിബിൾ ഓൺലി ത്രൂ പറ്റാവുന്നത്ര ഒരുപാട് ഒബ്ജക്റ്റീവ് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷകൾ എഴുതുക. എത്രത്തോളം പരീക്ഷ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മൾ നേരിട്ട് കണ്ട് പരിചയമില്ലെങ്കിലും നമ്മളെ കൂടെ പരീക്ഷ എഴുതുന്ന ആ ഗുവാഹത്തിയിലെ കുട്ടി എഴുതുന്നതിനേക്കാളേറെ, ഓക്കെ, ആ കുട്ടി പഠിക്കുന്നതിനേക്കാളേറെ, അവർ ചെയ്യുന്നതിനേക്കാളേറെ ഏറ്റവും കൂടുതൽ 1% ആളുകൾ എഴുതുന്ന അത്ര എക്സാമുകൾ എഴുതുക, എഴുതിക്കൊണ്ടിരിക്കുക until and unless you feel you are one of the top 1% prepared candidate in this country. ഓക്കെ, ഈ കൺട്രിയിൽ എന്ന് ഉറപ്പാവുന്നത് വരെ നിങ്ങൾ പരീക്ഷ എഴുതുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ പരീക്ഷ എഴുതുക എന്നുള്ള സ്കില്ല്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം അല്ലേ, അവർക്ക് കൊടുക്കാം കാര്യങ്ങൾ. ഓക്കെ, എയ്ഫ് ലേണിംഗ് ആപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട്. ആപ്പ് സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ ഏത് പൊസിഷനിലാണ്? എക്സ്പ്ലോറാണോ? ഐഫർ ഓഫ്ലൈൻ സ്കോളർഷിപ്പ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും. അത് ഇതേപോലെ പേപ്പർ 1ൻ്റെ 50 ക്വസ്റ്റ്യനുള്ള ഒരു എക്സാം ആയിരിക്കും. ടോപ്പായിട്ടുള്ള ആളുകൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി എയ്ഫറിൻ്റെ കോഴ്സിലേക്കുള്ള എൻട്രി ഉണ്ട്. ബാക്കിയുള്ള ആളുകൾക്കും ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഉണ്ട്. അതൊക്കെ അവർ പറയും. ദ തിങ് ഈസ് എഴുതുക, ഇന്ന് തന്നെ എഴുതുക, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇൻ ദ എൻഡ് കൺസിസ്റ്റൻസി എഫേർട്ട് വിൽ ഗീവ് യു റിസൾട്ട്. സോ ഇപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് എക്സാം എഴുതുന്നില്ല. നിങ്ങൾ ഇന്ന് തന്നെ എഴുതുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം ഇവിടെ അവൈലബിൾ ഉണ്ട്. യു ക്യാൻ ഹാവ് ദ നമ്പർ ആൻഡ് അതർ തിങ്സ്. സോ ദിസ് ഈസ് ഇറ്റ്. ഇത്രയാണ് ഓക്കെ പറയാനുള്ളത്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലയെന്ന് കരുതുന്നു. പ്രിപ്പറേഷനിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. സീക്ക് ഹെൽപ്പ്. ഇന്നലെ രാവിലെ ഞാൻ എയ്ഫറിൽ ക്ലാസ് എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പോയിൻ്റ് ഇട്ട സംഖ്യകൾ ഗുണിക്കുക എന്നുള്ളതാണ് എയ്ഫറേഴ്സിന് പഠിപ്പിച്ചെടുത്തത് കേട്ടോ. 1.12 1.23 എങ്ങനെയാണ് ഗുണിക്കുക, 1.08 2.04 എങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, കഴിഞ്ഞ ഞായറാഴ്ച പഠിപ്പിച്ചു കൊടുത്ത ലസാഗുവാണ്, എങ്ങനെയാണ് ലസാഗു കണ്ടെത്തുക എന്നുള്ളതാണ്. കുട്ടികൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങളത് പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നല്ല കേട്ടോ. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG ഒക്കെ വയ്യുന്ന വലിയ കുട്ടികളാണ്, ഇതൊക്കെ അറിയായിരിക്കും. ഓക്കെ, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക ഫ്രം വേറെവർ ഇറ്റ് ഈസ്. ഓക്കെ, വേറെവർ ഇറ്റ് ഈസ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും കാണാം. ഓക്കെ, വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഓക്കെ വൈൻഡിങ് അപ്പ്. താങ്ക് യു.